അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ നട്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞു താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയായി ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ,
മക്കളില്ലാത്തവരുടെ സങ്കടം നീ കാണണേ കർത്താവേ. കർത്താവെ, പിരിഞ്ഞു താമസിക്കുന്നവരുടെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും കർത്താവെ. അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണേ ഈശോയെ. അവർ ജീവിത പങ്കാളി, അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തം ഉണ്ടായി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തെ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ട് പോകുമ്പോൾ, ജീവിക്കുമ്പോൾ വളരെ വെടിപ്പും മെനയുമായിട്ട് പോയാൽ നമുക്ക് കൊള്ളാം. എന്താണ് കാര്യം അറിയാം? ഈ കണക്കപ്പിള്ള ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു വർഗമുണ്ട്, കണക്കപ്പിള്ള ക്രിസ്ത്യാനി. അപ്പോൾ നിങ്ങളവർക്ക് ഈ കടയിലൊക്കെ കണക്കെഴുതുന്ന പാർട്ടി അങ്ങനെയല്ല. ദൈവത്തോട് എല്ലാം അളന്നും തൂക്കി ചെയ്യുന്ന ആൾക്കാരാണ് കണക്കപ്പിള്ള ക്രിസ്ത്യാനി. അപ്പം കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്കുള്ള പ്രശ്നം ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പം നോയമ്പ് കാലമല്ലേ, കണക്കപ്പിള്ള ക്രിസ്ത്യാനിയാണോ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇപ്പം നോയമ്പ് കാലമല്ലേ, നോയമ്പ് കാലം കഴിഞ്ഞു, ഇപ്പം ഉയർപ്പ് കാലമാണ്. ഉയർപ്പ് കാലത്ത് ഇപ്പം നമ്മൾ ഈ നോയമ്പ് കാലത്ത് ചില ആൾക്കാർ പള്ളിയിൽ പോയിരുന്നല്ല, ചില ആൾക്കാരല്ല, എല്ലാവരും തന്നെ പോയി. അപ്പം ചിലർ പള്ളിക്കുരിശിൻ്റെ വഴി കൂടും അല്ലേ, പള്ളിക്കുരിശിൻ്റെ വഴി കൂടി വെച്ച് വീട്ടിൽ തളർന്ന് വരും. അപ്പോൾ അവർ പറയും, ഇന്ന് കുടുംബ പ്രാർത്ഥന വേണ്ട, പള്ളിയിലെ കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നല്ല, അത് മതി. കുടുംബ പ്രാർത്ഥന ചെല്ലാത്ത വില്ലന്മാരപ്പം ഉണ്ട്, 2 അപ്പനും മകനോടിരിപ്പുണ്ടേ. തീരുമാനമെടുക്കണ ആരാണ്? അമ്മ. ഇന്ന് കുരിശിൻ്റെ വഴി വേണ്ട, ഇന്ന് കുടുംബ പ്രാർത്ഥന വേണ്ട, പള്ളി കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പം ആരോടാണിത് പറയണത്? കർത്താവിൻ്റെ അടുത്ത് കണക്ക് പറയുന്നത്. കണക്കപ്പിള്ള ക്രിസ്ത്യാനി. ഈ കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്ക് ഒരു കുഴപ്പമെന്നേ, കണക്കപ്പിള്ള ക്രിസ്ത്യാനി ഒരിക്കലും ഇവൾക്ക് ഇവന് കർത്താവിനോടൊക്കെ ഒന്ന് ഗതി കിട്ടത്തില്ല. കാരണം നീ എന്തെങ്കിലും കാര്യം നിന്റെ മകള് ഇംഗ്ലണ്ടിലെ അല്ലെ കാനഡയിലെ വിസ പുതുക്കണില്ലെന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് പറയും, കർത്താവേ വിസ പുതുക്കണില്ല കേട്ടാ എന്ന് പറയുമ്പോൾ കർത്താവ് എടുത്ത് നോക്കിയും, കണക്കപ്പള്ളിയാണല്ല, അതാണ് നിന്റെ പേര് അവിടെ കണക്കപ്പള്ളിയെന്ന് എഴുതി വിട്ടിരിക്കണേ. നീ ദൈവത്തിന് കൊടുത്തതിൻ്റെ പിന്നിലെല്ലാം നീ കണക്ക് പറഞ്ഞിട്ടുണ്ട്. കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കർത്താവിനോട് ഒന്നും വാവിളിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നിന്റെ പേരവിടെ കണക്കപ്പള്ളിയെന്ന് ചേർത്താതിരിക്കണേ. നീ എന്ത് ചെയ്താലും അതിൻ്റെ കണക്ക് പറയും. ഞാൻ 5 തിരി കത്തിച്ചില്ല, എന്നിട്ടും ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ല. അതാണ് സംഭവം. 5 തിരി കത്തിച്ചെന്നേ, എന്നിട്ട് വേറെ ഒത്തിരി കാര്യം നടന്ന്, അതായത് ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ലെന്ന്. ഇവള് വിചാരിച്ച കാര്യം നടക്കണം, ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാവണം. ഇതായത് ദൈവമാണ്. ഈ കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്ക് കുറേ തരം വികടത്തരങ്ങളുണ്ട് ശരിക്കും. അതുകൊണ്ട് കർത്താവ് പറയേ, അളക്കണ്ട, അളന്നാ കുഴപ്പമാണ്. എന്താ കാര്യം? ദൈവത്തിന് അളന്നാൽ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ, ലൂക്ക 6:38, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ അളന്ന് കിട്ടും. അതാണ് പക്ഷെ കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്ക് വരാൻ പോണ ഗതികേടതാണ്. ഇനിയെങ്കിലും ദൈവമായിട്ട് ഡീലിങ്സിനെ, ഏർപ്പാടിനെ, എൻ്റെ മക്കളെ നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്യാതിരിക്കരുത്. അതായത് കൊടുക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിൻ്റെ മടിയിലോട്ട് ചെയ്യുമെന്ന് പറഞ്ഞേ. അപ്പം കൊടുക്കുന്ന ആൾക്കാരും അതുപോലെ നിങ്ങൾക്ക്. എന്നിട്ട് ഇവിടെ കരിസ്മാറ്റിക്കില്ല ബ്രദർമാരെന്നാണെന്ന് അറിയാമോ, കൊടുക്കുവിനെന്ന് പറഞ്ഞിട്ട് ഉടനെ പറയും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കും. ലഭിക്കുന്നതിന് പ്രാധാന്യം കൊടുത്ത് പറയും അമർത്തി കുലുക്കി നിറച്ച് അളന്ന്. പക്ഷെ
പക്ഷേ എന്താ പ്രശ്നം, കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന പോലെ തന്നെ കൊടുക്കാനാണ് ഈ പറയണത്. എന്താണ്? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് കൊടുക്കുവേൻ, എന്നാൽ അതുപോലെ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഈ പറയണത്. ഇപ്പം മനസ്സിലായില്ലേ? അല്ല 10 കൊടുത്ത 17 കിട്ടുമെന്നല്ല, ഇതെന്ത് ചോടതിയാ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്ന് കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ മുകളിൽ പറയുന്ന വാക്കാണിത്. എന്ത് 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. മക്കളെ, അതിൻ്റെ ആ സെന്റൻസിന്റെ സീക്വൻസ് നോക്കിയേ. കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. അവൻ നിന്റെ മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. അപ്പൊ അവിടെ എന്താ പ്രശ്നം? അതാണ് ആ ഒരു നോമാണത്. നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും. ഓർക്കല്ലേ? അപ്പോഴും മുകളിലത്തെ വചനം എന്താണ്? കൊടുക്കുവിൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. ലഭിക്കണ എന്താണ്? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിന്റെ മടിലോട്ട് ചൊരിഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ നീയും കൊടുക്കുമ്പോൾ അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിങ്ങൾ കൊടുക്കുവിൻ. അതാണ് നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് നിങ്ങൾക്ക് അളന്ന് കിട്ടും. മനസ്സിലായില്ലേ? അതാ ട്വിസ്റ്റ് ചെയ്ത് കിടക്കുന്ന സംഭവം. അതുകൊണ്ട് പല ആൾക്കാരും അത് വീണിട്ടുണ്ട്. എന്താണ്? നമ്മൾ അല്പം കൊടുത്താൽ മതി, കർത്താവ് ഇങ്ങനെ കോരിച്ചൊരിഞ്ഞ് തരും. അതിലെ ഇത്തരം നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പരിശുദ്ധാത്മാവ് സത്യം പറയുക നിങ്ങളോട്. എന്താണ് പറയണത്? കൊടുക്കുമെന്നെങ്കിൽ ലഭിക്കുന്ന മുകളിലാണ് ഈ വചനം കിടക്കണത്. നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നുവോ അതുപോലെ നിങ്ങൾക്ക് ലഭിക്കും. അത് കണക്കപ്പള ക്രിസ്ത്യാനി ഇനിയെങ്കിലും ദൈവത്തെ ദൈവമായി സ്നേഹിക്കാൻ നോക്കുക. നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിനും ഇന്നിവിടെ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ചതിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ടീന മാത്യു. ഇതെൻ്റെ അമ്മ അന്നമ്മ മാത്യു. ഞങ്ങൾ കോട്ടയം മണിമല എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ 2025 ഏപ്രിൽ 12 ആണ് ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. അതായത് നാളെ ഏപ്രിൽ 12 ഒരു ദിവസം മുമ്പ് ഏപ്രിൽ 11 തന്നെ എനിക്കിവിടെ കയറി സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ 2025 ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു 2022. അപ്പോൾ ഞാൻ കൃപാസനത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യമാണ് ഫസ്റ്റ് പറയുന്നത്. ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, ഇതേപോലെ കൃപാസനമുണ്ട്, നമുക്ക് കൃപാസനത്തിൽ പോകാം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൃപാസനത്തിൽ വന്നു. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ധ്യാന കേന്ദ്രം അല്ലെങ്കിൽ പള്ളി എന്നൊക്കെ പറയുന്നത് അതിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിരുന്നു ഇവിടെ. അതായത് വന്ന് കയറുമ്പം തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, അതേപോലെ റഷാണ്. ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഉള്ള ആളായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആണ് അന്നത്തെ ദിവസം. അപ്പോൾ എനിക്ക് ഉള്ളിലേക്ക് കയറുക എന്ന് പറയുന്നത് നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതിയാവും, ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ എത്തിക്കോളും. അത്രയും റഷായിരുന്നു ഞാൻ വന്ന ദിവസം. അപ്പോൾ ഏതായാലും പള്ളിയിൽ വന്നതാണ്, അപ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിൽ വന്നു. ഉള്ളിൽ വന്നിട്ട് 10 മിനിറ്റ് ഞാൻ ഉള്ളിൽ നിന്നുള്ളൂ. ബിക്കോസ് എനിക്ക് ഇത്രയും പേര് ഇവിടെ നിന്ന് ശ്വാസം എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഇത്രയും പേരുടെ ഇടയ്ക്ക് ശ്വാസം ഒട്ടും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പുറത്ത് ഫ്രണ്ടിലുള്ള മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അവിടെ പോയി നിന്നു. ഇതിന് ശേഷം ഞാൻ തിരിച്ചു പോയി. അതായത് ഭാഗ്യം ലഭിച്ചവരിൽ ഒരാളാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് കൃപാസനത്തിൽ കാലുകുത്തിയ അന്ന് തന്നെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇവിടുന്ന് ഞാൻ ഹോസ്റ്റലിൽ പോയി, എറണാകുളത്താണ്. ഹോസ്റ്റലിൽ ചെന്ന് 2ാമത്തെ ദിവസം ഞാനിങ്ങനെ ജസ്റ്റ് യൂട്യൂബിൽ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡോക്ടറിൻ്റെ വീഡിയോ കാണുവാണ്. ഡോക്ടർ ജോജോ ജോസഫ്, വലമറ്റം, കടവന്തറ. അപ്പം സാറിങ്ങനെ ഇതേപോലെ ബ്രീത്തിങ് ഇഷ്യൂസിൻ്റെ ഒരു വീഡിയോ ആയിരുന്നത്. അപ്പം സാറിങ്ങനെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, എനിക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ പ്രശ്നങ്ങളെന്ന്. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഈ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ ആണ് ഉള്ളതെന്നുള്ളത് എനിക്കറിയത്തില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്ന എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചതല്ലേ, അപ്പോൾ ഫുഡൊക്കെ കഴിക്കാഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെ ഇഷ്യൂ ആണ്. എന്ത് ഇഷ്യൂ ആയിട്ട് ഇപ്പം ബ്രീത്തിങ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല,
ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റക്കാവും. അതായത് 2-3 സെക്കൻഡിലേക്ക് ശ്വാസം ഇങ്ങനെ സ്റ്റക്കായി പോവും. ചിലപ്പോൾ ഈ ബ്രീത്തിങ് ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഇതൊക്കെ സിമ്പിളല്ലേ എന്ന്. നമ്മളൊന്ന് ആലോചിച്ചേക്കുക, നമ്മൾ 1 മിനിറ്റത്തേക്ക് ഒരു സെക്കൻഡേക്ക് ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഇങ്ങനെ ബ്രീത്തിങ് ഇഷ്യൂ ഉള്ള ആൾക്കാരുടെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവത്തില്ല. അവർക്ക് നന്നായിട്ട് ഒരു ഉറക്കം കിട്ടത്തില്ല. അവർ ഉണർന്നെഴുന്നേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ആക്ടിവിറ്റീസിലൊന്നും കൃത്യമായിട്ട് പങ്കെടുക്കാൻ പറ്റത്തില്ല. നല്ല ടയേർഡായിരിക്കും, നടക്കുമ്പോൾ നല്ല കിതപ്പുണ്ടാകും, സ്റ്റെപ്പ് കയറുമ്പം പ്രശ്നങ്ങളുണ്ടാകും. അതേപോലെ തന്നെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ടയേർഡായിരിക്കും, ഒരു കാര്യത്തിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ മറ്റാളുകളെയും കാണിച്ചതാണ്. എന്നിട്ട് എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ഇവിടെ വന്ന് സെക്കൻഡ് ഡേയിലാണ് ഞാൻ ആ സാറിൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പം സാറ് പറഞ്ഞു ഈ പറഞ്ഞ ഇഷ്യൂസ് വെച്ചിട്ട് ഇത് ബ്രീതിങ് പ്രോബ്ലം ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, സോ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് എനിക്ക് കൃത്യമായിട്ട് ഇത് ബ്രീത്തിങ് ഇഷ്യൂ ആണെന്ന് കണ്ടുപിടിക്കുകയും അതിന് പ്രകാരം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രോഗസൗഖ്യം ഉണ്ടാകുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളത്. അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ സ്പെഷ്യലി പറയാറുണ്ട് കൃത്യമായിട്ടുള്ള രോഗത്തിനുള്ള ഡയഗ്നോസിസ് നടക്കുകയും ട്രീറ്റ്മെൻറ്റ് നടക്കാനും വേണ്ടിയിട്ട് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം എന്നെപ്പോലെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഡയഗ്നോസിസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള വഴി മാതാവ് കാണിച്ചു തരും. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതിനുശേഷം ഞാൻ 2025 ഏപ്രിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എൻ്റെ നിയോഗമായിട്ട് വെച്ചത് ഞാൻ ഒരു കോളേജ് അധ്യാപികയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2022 ഞാൻ ജോലിക്ക് അവിടെ ജോയിൻ ചെയ്തത്. എൻ്റെ കോളേജിലെ ടീച്ചേഴ്സിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് 2017 ശേഷം ആ കോളേജിലൊരു ഇൻക്രിമെൻറ്റ് നടന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ പോസ്റ്റിലേക്കൊരു പോസ്റ്റ് ആ കോളേജിൽ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് 1 വർഷം മുമ്പ് ഇതേപോലെ ജസ്റ്റ് ഒരു ഹയർ പോസ്റ്റ് വിളിച്ചു. ആ ഹയർ പോസ്റ്റിൽ ഞാനും അറ്റൻഡ് ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ബാക്കി 2 പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 ടീച്ചേഴ്സ് ഈ പറഞ്ഞ പോലെ ഹയർ പോസ്റ്റിലേക്ക് കയറി. അതിനുശേഷം ഞാൻ ഉടമ്പടി നിയോഗം വെച്ചു. ഉടമ്പടിയിൽ നിയോഗത്തിൽ പറയുന്നുണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെക്കണം, അതായത് ഒരിക്കലും നടക്കുകയില്ല എന്നുള്ളത്. അതായത് 1 വർഷം മുമ്പ് ഹയർ പോസ്റ്റിലേക്ക് ഓൾറെഡി ആളുകളെ എടുത്തെങ്കിൽ അതിൻ്റെ അർത്ഥം 2017 തൊട്ടിട്ട് 7 വർഷത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടില്ലെങ്കിൽ ഒറ്റ വർഷത്തിൽ ഈ ഒരു കാര്യം പോസിബിൾ അല്ല. അതേപോലെ 2017 ശേഷം സാലറി ഇൻക്രിമെൻറ്റും നടന്നിട്ടില്ല. അപ്പം ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും അറിയാം ഏകദേശം, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്കും അറിയാം ഈ 1 വർഷത്തിൽ തന്നെ പോസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യമോ ഇൻക്രിമെൻറ്റോ ഒന്നും പോസിബിൾ അല്ല എന്നുള്ളത്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ കലവെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ ആഴ്ച തന്നെ ഹയർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു. ഈ അച്ഛനെ കണ്ട് പോയതിൻ്റെ ആ സെയിം വീക്ക് തന്നെ ഹയർ പോസ്റ്റിലേക്ക് വന്നു. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് പോസ്റ്റ് മാർക്ക് കിട്ടി. ഇതല്ലാതെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2017 ശേഷം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 2 പ്രാവശ്യമാണ് എനിക്ക് സാലറി ഇൻക്രിമെൻറ്റ് ചെയ്ത് കിട്ടിയത്. അതായത് ഞാൻ 3ാമത് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് 2 തവണ സാലറി ഇൻക്രിമെൻറ്റ് ചെയ്ത് കിട്ടി. ഇനി എൻ്റെ അടുത്ത സാക്ഷ്യം, ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമാണ്. ഏകദേശം 45 ലക്ഷത്തോളം കടബാധ്യതയുള്ള ഒരു കുടുംബമായിരുന്നു എൻ്റേത്. ഞങ്ങളുടെ വീടിൻ്റെ ആധാരം 19 വർഷമായിട്ട് ബാങ്കിലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുക 19 വർഷം പൈസ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു, ഫിനാൻഷ്യലി സ്ട്രഗിളായ സമയമുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഈ ആധാരം നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പം ഞാൻ ഉടമ്പടിയിലെ ഒരു നിയോഗമായിട്ട് വെച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മാതാവേ, ഇതൊരു ജപ്തി പോലത്തെ ഒരു നടപടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആരും തന്നെ കയറി വരാൻ പാടില്ല. നമുക്ക് ആധാരം എടുക്കാൻ പറ്റണം.
സോ ഈ 45 ലക്ഷം രൂപ അടച്ച് ആധാരം എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ വർഷങ്ങളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം ബാങ്കിൽ പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ പല പല കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് കൺവേ ചെയ്യും. പക്ഷേ ആധാരം എടുക്കാനുള്ള ഒരു ചാൻസും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ മുന്നോട്ട് നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് 2 ദിവസം മുമ്പ് എൻ്റെ അമ്മയും ചേട്ടനും കൂടെ ബാങ്കിൽ പോയി. ബാങ്കിൽ കയറുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് മാനേജറിനെ കണ്ട് സംസാരിച്ചു. ഇവർ ബാങ്കിൽ പോകുന്ന ദിവസം ഇവർക്ക് അറിയത്തില്ല ഇവർ തിരിച്ചു വരാൻ പോകുന്നത് ആധാരം എടുത്തിട്ടാണ്. ഈ 45 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് നമ്മൾ അടച്ച് ആധാരം കയ്യിലെടുക്കുമെന്നുള്ളത് ഹൈലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പോയി ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ നമ്മൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇനി ഒരു കൺവിൻസിങ് ഒന്നും പോസിബിൾ അല്ല എന്നുള്ളത് നമുക്കും അറിയാം. എങ്കിലും ഓക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. മാനേജറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു കുറച്ച് എമൗണ്ട് കുറച്ച് തരാമെന്ന് പറഞ്ഞു. ആ എമൗണ്ട് നമുക്ക് കുറച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു ഇന്ന് തന്നെ നിങ്ങൾക്ക് ആധാരം എടുക്കാമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇതല്ലെങ്കിൽ ബാക്കി പ്രൊസീജിയറിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രൊസീജിയറിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ 45 ലക്ഷത്തിൽ നിന്ന് എത്ര എമൗണ്ട് ആയിരിക്കും കുറച്ചിരിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അധികം എമൗണ്ട് ഒന്നും നമുക്ക് കുറച്ച് കിട്ടത്തില്ല. അത്രയും എമൗണ്ട് വിത്തിൻ എ ഡേ 45 ലക്ഷം രൂപയ്ക്ക് വിത്തിൻ എ ഡേ ആണ് ഇത്രയും എമൗണ്ട് അറേഞ്ച് ചെയ്തത്. അതായത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവിടെ പ്രവർത്തിച്ചു എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ചോദിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആളുകൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ എമൗണ്ട് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. മനസ്സ് വേണം. അതായത് നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ ആ എമൗണ്ട് നമ്മളെ വിശ്വാസമായിട്ട് തന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ആളുകൾക്ക് മനസ്സ് വേണം. അപ്പോൾ ഈ ദിവസം തന്നെ ഇത്രയും രൂപ എബോവ് 35 lakhs അത്രയും രൂപ നമുക്ക് അറേഞ്ച് ചെയ്ത് ബാങ്കിൽ അന്ന് തന്നെ പൈസ അടച്ച ആധാരം നമ്മൾ തിരിച്ചെടുത്തു. 19 വർഷമായിട്ട് ബാങ്കിലിരുന്ന ആധാരമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാനിപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എൻ്റെ കൈക്കുള്ളിൽ കക്ഷത്തിനകത്ത് ഒരു ചെറിയ മുഴ ഉണ്ടായിരുന്നു. അത് ചെറിയ പെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഓരോ ഇതുപോലുള്ള എന്ത് കേസുമായിട്ട് ചെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ടെൻസ്ഡ് ആക്കും. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പം ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം എന്നും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചിട്ട് പോയിട്ട് ഞാനത് കട്ടിലയിൽ അങ്ങ് മടക്കി വെച്ചു. അതായത് വായിക്കാനുള്ള ടൈം ബിസിയായി പോയി. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വിചാരിച്ചു, ഓക്കെ പത്രം ഇങ്ങനെ ഇരിക്കുവാണല്ലോ, അപ്പോൾ അതങ്ങ് വായിച്ചേക്കാം. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ ആ പത്രം ഫുള്ളിരുന്ന് കംപ്ലീറ്റ് ഇരുന്ന് വായിച്ചിട്ട് ഞാനത് അവിടെ തന്നെ മടക്കി വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എനിക്ക് മുഴയുള്ള സ്ഥലത്ത് പെയിൻ എടുക്കുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പെയിൻ എടുക്കാത്ത സമയത്ത് നമ്മൾ എന്തായാലും നോക്കുമല്ലോ. അപ്പം ഞാൻ അവിടെ തൊട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. ദാറ്റ്സ് മീൻസ് ഒരു ചെറിയ നെല്ലിക്കാട് വലിപ്പത്തിൽ അത്ര ഉണ്ടായിരുന്ന ഒരു മുഴ തൊട്ടടുത്ത ദിവസം ഞാൻ ഈ പത്രം വായിച്ച് തീർത്ത് തൊട്ടടുത്ത ദിവസം അതവിടെ കാണാനില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ലഭിച്ച 4 അനുഗ്രഹങ്ങൾ. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകും. പത്രം വാങ്ങിക്കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും കൃപാസനത്തിൽ വരുന്ന ഒരാളാണ്. ഒന്നെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞാൻ മസ്റ്റായിട്ട് ഇവിടെ വരും. പത്രം വാങ്ങിച്ചിട്ട് ആദ്യമൊക്കെ ഞാൻ പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ട് ഡിലേ ആണ്. അതായത് ഓരോരോ തിരക്കുകൾ കാരണം ഡിലേ ആക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയല്ല. ബിക്കോസ് എന്താ വെച്ചാൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ അതായത് ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ തിരക്കുകൾ ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് അത്രയും സമയം ഞാൻ കൃത്യമായിട്ട് സ്പെൻഡ് ചെയ്യും. ഒരു പേനായും കൂടെ എടുത്ത് വെച്ചിട്ടിരിക്കും. എന്നിട്ട് അച്ഛൻ പറയുന്ന കാര്യം എന്നെക്കുറിച്ചിട്ടാണോ എന്നുള്ളത് ഞാനൊരു സെൽഫ് അനാലിസിസ് നടത്തും. എന്നിട്ട് ആ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് ഈ 3ാമത്തെ പ്രാവശ്യം അച്ഛൻ പറയുന്ന അതേ കാര്യം അതേപോലെ തന്നെ ഏറ്റെടുത്തത് കൊണ്ടാണ് എനിക്ക് ഈ 3ാമത്തെ പുതുക്കലിലെ ഇത്രയും കാര്യങ്ങൾ. അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്,
പത്രം, വിശ്വാസ പ്രമാണം, വിശ്വാസ പ്രഖ്യാപനം, ആതുര സേവനം. ഇത് പെർഫെക്റ്റ് ഫോർമുലയാണ്. ഇത് കീപ്പ് ചെയ്യുന്ന ഒരാൾ പോലും അനുഗ്രഹിക്കപ്പെടാതെ പോവത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. ഇത് കൂടാതെ ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സമയ ചുരുക്കത്തിൻ്റെ അമ്മ. അതിൽ പരിചയമുള്ള എല്ലാ ആൾക്കാരും, ഈ കൃപാസനത്തിൽ വന്ന് പരിചയപ്പെട്ട ആൾക്കാരെ ഉൾപ്പെടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എല്ലാ ദിവസവും കേൾക്കുന്ന സാക്ഷ്യം, ഒരു ദിവസം 7, 8, 9 സാക്ഷ്യങ്ങൾ വരെ കേൾക്കും. ഞാൻ കണ്ട് ഇതിന് ശേഷം ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തിലെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളായിട്ടുള്ള ആളുകളെ പരിചരിക്കുക. ദാറ്റ്സ് മീൻസ് ഞാൻ നിൽക്കുന്നത് എറണാകുളമാണ്, അത്രയും വലിയൊരു സിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്താണ്. എങ്കിലും രോഗികളായിട്ടുള്ള ആളുകളെ ഞാൻ പോയി കാണും. സ്പെഷ്യലായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായമുള്ള ആളുകൾ, ആരും ഇല്ലാത്ത ആൾക്കാരുണ്ടാകും. ചിലപ്പോൾ അവർക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പം ആരും കൂടെ ഇല്ലാത്തത് കൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ അലോ ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ കൂടെ ഈ പറഞ്ഞ പോലെ ബൈ സ്റ്റാൻഡറായിട്ട് ഞാൻ പോകും. അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും കൂടെ. അങ്ങനെയാണെങ്കിലും മടി കൂടാതെ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ, അമ്മമാരെ നോക്കുന്ന ഓൾഡ് ഏജ് ഹോമിൽ പോകും. എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ അമ്മമാരെ നോക്കുന്ന ഓൾഡ് ഏജ് ഹോമിൽ പോവും. എന്നെക്കൊണ്ട് ആവശ്യമുള്ള, ഞാനിപ്പം എൻ്റെ പ്രസൻസാണ് അവർക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അത് എന്നെക്കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഫുഡ്, ഈ പറഞ്ഞ പോലെ ഞാൻ നിൽക്കുന്ന സ്ഥലം എടപ്പള്ളിയാണ്. നിങ്ങൾക്കറിയാം, അത്ര റഷായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ആളുകൾ ഫുഡ് കഴിക്കാതെ ഫുട്പാത്തിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുഡ് വാങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകും. ഞങ്ങളൊരു ഉച്ച 12 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ട് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഫുഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തി. അപ്പോൾ ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. യെശയ്യാ 45:3 നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നദികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ടീന മാത്യു എന്ന ഈ സഹോദരിയുടെ ഉടമ്പടി പ്രകാരമുള്ള ഉജ്ജ്വല സാക്ഷ്യമാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ കേട്ടത്. മകൾ ഉടമ്പടിയെ എത്രത്തോളം സ്നേഹിക്കുന്നു, എത്ര വിശ്വസ്തതയിൽ ഉടമ്പടി ജീവിക്കുന്നു, വിശേഷവിധിയായി എന്തൊക്കെ ചെയ്യുന്നു, അത് ഈ സാക്ഷ്യത്തിൽ നിന്ന് നാം സംശീകരിക്കേണ്ട പ്രത്യേകതകളാണ്. മകൾ പറയുന്നുണ്ട്, എൻ്റെ പ്രസൻസാണ് മറ്റുള്ളവർക്ക് ആവശ്യമെങ്കിൽ ഞാനത് അഗതികൾക്കും രോഗികൾക്കും ആരുപോലും ഇല്ലാത്തവർക്കും എൻ്റെ സാന്നിധ്യം കൊടുക്കുവാൻ ഒരിക്കലും ഞാൻ മടിക്കാറില്ല. ഒരുപക്ഷെ ഒരു രോഗിയോടൊപ്പം 1-2 ദിവസമൊക്കെ ശുശ്രൂഷ ചെയ്യേണ്ടി വന്നാലും ഞാനത് നന്ദിയോടുകൂടി സ്നേഹത്തോടു കൂടി അത് ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഉടമ്പടി ആത്മാവിൻ്റെ ഭാഗമായി തീരുമ്പോൾ നമ്മൾ പരിശുദ്ധമ്മയുടെ പ്രേക്ഷിത തീഷ്ണതയുള്ള വ്യക്തികളായി മാറും. അമ്മ എങ്ങനെയാണോ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് തിടുക്കപ്പെട്ട് ശുശ്രൂഷയ്ക്ക് പോയത്, അതുപോലെ തന്നെ ഉടമ്പടി ആത്മാവിൽ കത്തിക്കഴിയുമ്പോൾ നമ്മളത് ഓരോ വ്യക്തികൾക്കും നമ്മളെക്കൊണ്ട് എങ്ങനെ ഉപകാരപ്പെടണമോ ആ രീതിയിൽ ഉപകാരപ്പെടുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കും. അതാണ് സാക്ഷ്യത്തിൻ്റെ ക്വാളിറ്റിയും. നമ്മൾ ഏതെങ്കിലും കാര്യം നേടുന്നു എന്നതിനെക്കുറിച്ച് അഭിമാനിക്കുകയല്ല, ദൈവത്തിൻ്റെ സ്വന്തമായി ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യും വിധം നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ടല്ലോ എന്ന സന്തോഷം കൊണ്ട് ജീവിക്കുകയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് ആത്മാവിനെ ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോഴാണ് നിത്യതയെ നിരന്തരം കാണുന്നവർ ഈ ലോക ജീവിതത്തിൻ്റെ ജീവിച്ചിരുന്ന രീതികളിൽ നിന്ന് പൂർണ്ണമായി മാറിക്കൊണ്ട് കുറേ കൂടി അകക്കാമ്പുള്ള, കുറേ കൂടി ദൈവമുഖമുള്ള, കുറേ കൂടി കരുണയുള്ള ജീവിതം നയിക്കുവാൻ തയ്യാറാവുക. അങ്ങനെ നയിച്ചൊരു ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. മകൾ പറയുന്നുണ്ട്, അവൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അതൊന്ന് സമയച്ചുരുക്കത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്, 2 ഭാരം ലഘൂകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹങ്ങളാണ്.
സമയച്ചുരുക്കത്തിൻ്റെ അനുഗ്രഹമാണ്. ദീർഘനാളായി മകൾ ഏറെ ക്ലേശിച്ചിരുന്ന ആ ബ്രീത്തിങ് ഇഷ്യൂ, അത് കാരണം എന്തെന്ന് കണ്ടെത്തി. ഇവിടെ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ഡോക്ടറെ കണ്ടെത്തുവാനും ഡയഗ്നോസ് ചെയ്യുവാനും ആ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിമുക്തി നേടുവാനും സാധിച്ചത്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ അടുത്ത നാളുകളിൽ തന്നെ മകളുടെ സാലറി ഹൈക്ക്, അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ്, അതുപോലെ തന്നെ ഹയർ പോസ്റ്റിലേക്കുള്ള അവസരം, അതൊക്കെ മകൾക്ക് അത് 7 വർഷം 9 വർഷമായി കോളേജിൽ നടക്കാതിരുന്നത് മകൾ പറയുന്നുണ്ട്. എൻ്റെ അമ്മയുടെ കരങ്ങളിൽ ഉടമ്പടി നിയോഗം എഴുതിയിട്ടതിന് പ്രകാരം എനിക്ക് മാത്രമല്ല അവിടെ ജോലിയെടുക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹമാകും വിധം അമ്മ മാതാവ് ക്രമീകരിച്ചു തന്നുവെന്ന്. അതിലേറെ അഭിമാനത്തോടെ മകൾ പറയുന്നുണ്ട്. 19 വർഷത്തോളം ബാങ്കിൽ തന്നെയായിരുന്ന ആധാരവും അതിൻ്റെ പണമിടപാടുകളും വലിയ തുകയായിരുന്നിട്ട് കൂടി ചുരുങ്ങിയ ദിവസം കൊണ്ട് അത് തീർത്തെടുത്ത് വിടുതൽ നേടുവാനും ആധാരം അമ്മയുടെ മുമ്പിൽ നമ്മളെ കാണിച്ചുകൊണ്ട് ഇത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണെന്ന് ഏറ്റുപറയുവാനും തയ്യാറാവുന്നത്. പ്രിയമുള്ളവരെ, അനുഗ്രഹങ്ങൾ എത്ര വേണമെങ്കിലും തരുവാൻ ദൈവത്തിന് മടിയില്ല. ദൈവത്തിന് ഉടമസ്ഥതയുള്ള, ദൈവം ഇഷ്ടപ്പെടുന്ന മക്കളായി വളരുവാൻ, ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറുള്ളവരാണോ, ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവിടുന്ന് ഓരോ നിമിഷവും പരിശോധിക്കുന്നത്. ഈ മരിയൻ ഉടമ്പടി അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് ഈശോയ്ക്ക് ഉടമസ്ഥതയുള്ള ജീവിതം നയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ വിശ്വസ്തതയിൽ ജീവിക്കാം. ദൈവസ്നേഹത്തോടുകൂടി കൂടെയുള്ളവർക്ക്, മനുഷ്യർക്ക്, അഗതികൾക്ക് കരുണയുടെയും സ്നേഹത്തിൻ്റെയും കരുതൽ കൊടുക്കുന്നവരായി നമുക്ക് പ്രശോഭിക്കാം. അതോടൊപ്പം ദൈവത്തെ പകർന്നു കൊടുക്കുന്ന വിശ്വാസ കൈമാറ്റത്തിൻ്റെ ഉടമ്പടി പ്രക്രിയകൾ, അത് കൃപാസനം പത്രം കൈമാറുന്നതാവട്ടെ, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്നതാവട്ടെ, ധ്യാനം ഷെയർ ചെയ്യുന്നതാവട്ടെ, മറ്റുള്ളവരോട് അമ്മ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിത ഭാരങ്ങളിൽ നമ്മൾ ആശ്വാസം പകർന്ന് അവരെ നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്നതാവട്ടെ, അതിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ജീവിതത്തെ ദൈവത്തിന് എന്നേക്കുമായി ഉടമപ്പെടുത്താം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ കൃപാസന മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുഅൾത്താരയിൽ വന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ സാധിച്ചതിനോർത്ത് ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ലിച്ചി. ഞാൻ വരുന്നത് എറണാകുളം പെരുമ്പടപ്പിലെ സാന്റാക്രൂസ് ഇടവകയിൽ നിന്നുമാണ്. ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ കസിൻ ആൻറ്റി വഴിയായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2/2/2020 ഒരു നഴ്സായി ഞാൻ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി വളരെ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി ഞാൻ 4 പ്രാവശ്യം IELTS എക്സാം എഴുതിയെങ്കിലും എനിക്ക് ആവശ്യമായിട്ടുള്ള സ്കോർ ലഭിച്ചില്ല. പിന്നീട് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ഫ്രണ്ട്സ് എന്നോട് സജസ്റ്റ് ചെയ്തു, നീ ഒന്ന് OET ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ വെഞ്ചരിച്ച കാശ് രൂപവും ഉടമ്പടി തൈലവുമായിട്ട്, വെഞ്ചരിച്ച ഉപ്പുമായിട്ട് എക്സാമിന് പോവുകയും ഞാൻ ഉടമ്പടി തൈലം എൻ്റെ തലയിൽ പുരട്ടി വെഞ്ചരിച്ച ഉപ്പ് ഞാനിരുന്ന സീറ്റിൻ്റെ ചുറ്റുവിടുകയും മാതാവിനോട് എന്നെ ചെയ്യിപ്പിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എക്സാം എഴുതിയതിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് എക്സാം എഴുതിയെങ്കിലും എനിക്ക് റീഡിങ്ങിൻ്റെ മോഡ്യൂൾ ഒഴിച്ച് ബാക്കി എല്ലാ മോഡ്യൂളും കിട്ടി. എനിക്ക് ചെറിയൊരു നിരാശ തോന്നി. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവിനും ഈശോയോട്. ഞാൻ ഇത്രേ പറഞ്ഞു പ്രാർത്ഥിച്ചുള്ളൂ. കാരണം അമ്മ മാതാവിനും ഈശോയ്ക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം എന്നെ വിദേശത്തേക്ക് അയച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് പോകണം എന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരടയാളം എനിക്ക് നൽകണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു അറ്റംപ്റ്റും കൂടി OET എഴുതി. അപ്പോൾ ആ എക്സാം എഴുതിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നി, ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് അതുവരെ എഴുതിയ എക്സാം പോലെയല്ല. കാരണം എനിക്ക് വളരെ ഈസിനെസ് തോന്നി. കാരണം അതെനിക്കറിയായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഒപ്പം വന്നിരുന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കാരണം സ്പീക്കിംഗ് ഒക്കെ എനിക്ക് വളരെ ടഫായിട്ടുള്ളൊരു മോഡ്യൂളാണ്. കാരണം ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരുന്നതുകൊണ്ട് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷേ ആ സമയത്താണെങ്കിലും വളരെയധികം നല്ല രീതിയിൽ സ്പീക്കിംഗ് മോഡ്യൂളൊക്കെ അറ്റൻഡ് ചെയ്യാൻ നല്ല രീതിയിൽ ആ എക്സാം എനിക്ക് ക്ലിയർ ആക്കാനും പറ്റി. അങ്ങനെ എക്സാം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ നൽകി അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. അതിനെ ഈശോയ്ക്ക് അമ്മ മാതാവിന് നന്ദി പറയുന്നു. അങ്ങനെ ബാക്കി പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഡിസിഷൻ ലെറ്റർ ഉൾപ്പെടെ AWS വിസ പ്രോസസ്സിങ് എല്ലാം ടൈം ഷോർട്ടനിങ് വഴി അമ്മ മാതാവ് എനിക്ക് വളരെ എളുപ്പം തന്നെ ഒരുക്കി തരികയും കഴിഞ്ഞ വർഷം ജൂൺ മാസം 14-ാം തീയതി യാതൊരു തടസ്സവും കൂടാതെ ഞാൻ അയർലൻഡിലെത്തുകയും ചെയ്തു.
അതിനുശേഷം എനിക്ക് അവിടെ ചെന്നിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എക്സാമാണ് ആപ്റ്റിറ്റ്യൂഡ് എക്സാം എന്ന് പറയുന്നത്. നേഴ്സായിട്ടുള്ളവർക്ക് അറിയാം, ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഒരു പ്രാക്ടിക്കൽ എക്സാമാണ്, വളരെയധികം ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം നെർവസ് ആയിരുന്നു. പക്ഷേ എൻ്റെ കൂടെ എൻ്റെ അമ്മ മാതാവും ഈശോയും ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോയി. എക്സാമിന് 14 സ്റ്റേഷൻസാണുള്ളത്. 14 സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 14 പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഈ 14 പ്രൊസീജിയേഴ്സിൽ ആദ്യത്തെ 3 പ്രൊസീജിയേഴ്സ് എനിക്ക് വളരെയധികം ടഫായിരുന്നു. അതോടെ ഞാൻ അധികം പാനിക്കായി. പക്ഷേ ഞാനപ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ തലയിൽ ഞാൻ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാശുരൂപം കയ്യിൽ പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ ഓരോ സ്റ്റേഷനും അറ്റൻഡ് ചെയ്തത്. അമ്മ മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഫെയിലാകുമെന്ന് വിചാരിച്ചിരുന്ന ആ എക്സാം എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഈശോയെ പാസ്സാക്കി തന്നു. 1000 നന്ദി അമ്മ മാതാവ് ഈശോയ്ക്കും പറയുന്നു. എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞത് എൻ്റെ അമ്മയുടെ 2 കാലുകളിലും വളരെ നാളുകളായിട്ട് ഭയങ്കര ചൊറിച്ചിലും പുകച്ചിലുമായിരുന്നു. അപ്പോൾ പൊടി പറ്റുന്നില്ല, ഭയങ്കര ഡസ്റ്റ് അലർജിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഡെർമറ്റോളജിനെ കാണിച്ചു. കുറേ നാളുകൾ മരുന്നുകളൊക്കെ കഴിച്ചെങ്കിലും വലിയ പ്രത്യേകിച്ച് ഒരു യൂസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൃപാസനത്തിലെ അമ്മയുടെ വെഞ്ചിരിച്ച തൈലം 2 കാലിലും പുരട്ടി മമ്മിയോട് എപ്പോഴും പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനും, പിന്നെ അമ്മ മാതാവിൻ്റെ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കാല് മുക്കി വെച്ച് പ്രാർത്ഥിക്കാനും ഫലമായിട്ട് ആ ചൊറിച്ചിലും പുകച്ചിലും പാടെ മാറി ഇപ്പോൾ രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ലഭിച്ച അടുത്തൊരു രോഗസൗഖ്യമാണ്. എനിക്ക് എൻ്റെ യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഈ ചൂട് കൂടുന്ന സമയത്ത് സെബേഷ്യസ് സിസ്റ്റ് പോലെ വരുമായിരുന്നു. അതായത് അവിടെ വലിയ കുരുക്കൾ പോലെ വന്ന് പസ് കളക്റ്റായി വന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഭാഗത്ത് ഭയങ്കര വേദനയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് ആദ്യമൊക്കെ അങ്ങനെ വരുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, കാരണം വെച്ചാൽ ചെറുതായിട്ടായിരിക്കും വരുന്നത്. പിന്നീട് ഒരു തവണ അത് വന്നപ്പോഴത്തേക്കും അത് വലുതായി വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ സീനിയർ സ്റ്റാഫിനെ ഹെഡ് നഴ്സിനെ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ചിലപ്പോൾ മൈനർ ഇൻസിഷൻ ചെയ്യേണ്ടി വരും, കീറിയെടുത്ത് അവിടെ നിന്ന് പസ് കളയേണ്ട ഒരു അവസ്ഥയായിട്ട് വരും എന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു മരുന്ന് പോലും യൂസ് ചെയ്തില്ല. എനിക്ക് വിശ്വാസം എൻ്റെ അമ്മ മാതാവിനെ തന്നെയായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം പുരട്ടി അവിടെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മരുന്ന് പോലും ഉപയോഗിക്കാതെ തന്നെ ആ സിസ്റ്റ് അവിടെ നിന്ന് പാടെ മാറിപ്പോയി. ഇപ്പോൾ അവിടെ ഒരു പാട് പോലും ഇല്ല. ഇതാണ് എനിക്ക് എൻ്റെ ഉടമ്പടി എഴുത്ത് വഴി എൻ്റെ അമ്മ മാതാവ് ഈശോയും നൽകിയ അനുഗ്രഹങ്ങൾ. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ താമസിക്കുന്ന ഇടവകയിലെ അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സാന്റാക്രൂസ് കോൺവെൻ്റ് ഉണ്ട്. അവിടെ നിർധനരായ മക്കൾക്ക് എന്നാൽ കഴിയുന്ന ധനസഹായം ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മയായാലും വീട്ടിലെപ്പോൾ വരുന്ന സഹായത്തിനായിട്ട് ആര് വന്നാലും അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം വാങ്ങിച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് 5:30 മണിക്ക് എഴുന്നേറ്റ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഉടമ്പടി ചൊവ്വാഴ്ചകൾ ഉടമ്പടി ധ്യാനം സാധിക്കുന്ന ആഴ്ചകളിലൊക്കെ കാണുകയും ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു വളർച്ചയെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സെൽഫ് പ്രെയർ ചെയ്യുമായിരുന്നു. എങ്കിൽ പോലും ആദ്യമൊക്കെ ഒരു 10-15 മിനിറ്റോ ഉണ്ടായിരുന്ന ഒരു പ്രെയർ പിന്നീട് വളരെയധികം നേരത്തേക്ക് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വെച്ചത് പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ എത്ര വേണമെങ്കിലും നേരം പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നു. അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി അളവില്ലാതെ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപാവരം നൽകിയ അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് സുഭാഷിതങ്ങൾ 16:3 നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. മേരി ലിജി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. മകൾക്ക് OET പാസ്സാവുന്നതിനും അയർലൻഡിൽ പോകുന്നതിനുമുള്ള പ്രോസസ്സും പരീക്ഷകളും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ സമയച്ചുരുക്കത്തിൽ അത്ഭുതകരമായി ഓരോ സമയവും അമ്മ മാതാവ് സഹായിച്ച് മകൾക്ക് അനുവദിച്ചു കൊടുക്കുകയും വിദേശത്തെത്തി ജോലി സുരക്ഷിതമാക്കുവാൻ മകളെ സഹായിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. ഒത്തിരി മക്കൾ ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങൾ അവരുടെ വിദേശ ഭാഷാ പഠനം, വിദേശത്തേക്ക് ജോലിക്കുള്ള പരീക്ഷകൾ, അതിനുള്ള പരീക്ഷകൾക്ക് ലഭിക്കുന്ന സംരക്ഷണമാണ്. നമ്മൾ സാധാരണ ജീവിതത്തിൽ നിന്ന്, ഭൗതിക ജീവിതത്തിൽ നിന്ന് ദൈവാത്മാവിൻ്റെ പ്രചോദനമുള്ള, ഈശോയ്ക്ക് ജീവിതത്തിൽ പ്രഥമസ്ഥാനമുള്ള ഒരു ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചാൽ ആ നിമിഷം മുതൽ ഈശോ കൂടെ നിന്ന്
നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് പോലും യാതൊരു രക്ഷയുമില്ല എന്ന് കാണുന്ന മേഖലകളിൽ പോലും നമ്മളെ സഹായിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്, സമയച്ചുരുക്കത്തിൽ പരീക്ഷകൾ വിജയിപ്പിക്കുന്നത്, സമയച്ചുരുക്കത്തിൽ പ്രോസസ്സ് പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്നത് ഒക്കെ കാണുവാനാവും. കാരണം നമ്മൾ ദൈവത്തെ മാനിക്കുന്നു. നമുക്ക് ലഭിച്ച ഈ ആരോഗ്യം, ഈ അറിവ്, ഈ ആയുസ് അത് ദൈവത്തോടൊപ്പം ചേർത്ത് വെച്ച് ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവം അവിടുത്തെ വലതുകരം ഉയർത്തി നമ്മളെ ആശീർവദിക്കുന്നതിൻ്റെ അടയാളമാണ് പരീക്ഷയ്ക്കുള്ള വിജയവും വിദേശത്തേക്ക് പോകുവാൻ നമുക്ക് ലഭിക്കുന്ന വഴികളും. അതിനെയാണ് ആദ്യം ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടിയെടുത്ത് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അമ്മ മാതാവ് തന്നെ ഓരോ കാര്യവും ക്രമപ്പെടുത്തി സുരക്ഷിതമായി വിദേശത്തെത്തിക്കുകയും അവിടുത്തെ പരീക്ഷ വിജയിച്ച് ജോലി സുരക്ഷിതമാകുവാൻ സാധിക്കുകയും ചെയ്തുവെന്ന. രണ്ടാമത്തത് വിശ്വാസ പ്രയോഗത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. ഉടമ്പടിയോടൊപ്പം നമുക്ക് ലഭിക്കുന്ന നേർച്ചവസ്തുക്കളാണ് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, കാശുരൂപം എന്നതൊക്കെയും. ഇത് വിശ്വാസ പ്രയോഗത്തിന് വേണ്ടി നമുക്ക് നൽകുന്നതാണ്. ഈശോയിൽ ശരണപ്പെട്ട് വിശ്വസിച്ചുകൊണ്ട് ഇതെനിക്ക് ഔഷധവും അഭിഷേകവുമാകും എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി ഉപയോഗിക്കുമ്പോൾ നമുക്കിത് അനുഗ്രഹത്തിന് കാരണമായി തീരും. അതാണ് മകൾക്കുണ്ടായ രോഗക്ലേശത്തിൽ സൗഖ്യപ്പെടുവാൻ കാരണമായത്. അമ്മയുടെ രോഗക്ലേശത്തിൽ സൗഖ്യത്തിന് കാരണമായത് നേർച്ച വസ്തുക്കൾ എന്ന് പറയുന്നത്. കാരണം ഗലീലയുടെ കടൽത്തീരത്ത് ആയിരങ്ങൾക്ക് സൗഖ്യം നൽകിയ അതേ കർത്താവ് ആയിരങ്ങളോട് വചനം പറഞ്ഞപ്പോൾ മനസ്സുകളെ അനുതാപത്തിലേക്ക് നയിച്ച അതേ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൻ്റെ രോഗമാവട്ടെ, ക്ലേശമാവട്ടെ, തകർച്ചയാവട്ടെ അത് മാറ്റിത്തരുവാൻ അവിടുത്തേക്ക് ശക്തിയുണ്ട്. ആ ദൈവനാമത്തെ ഞാൻ ശരണപ്പെടുന്നുവെന്ന് നാം ഏറ്റുപറഞ്ഞ് ഉപയോഗിക്കുന്നത്, വിശ്വാസത്തോടെ നാം നേർച്ച വസ്തുക്കൾ പ്രയോഗിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതകരമായ അനുഭവങ്ങൾക്ക് സാക്ഷികളാവുന്നത്. ഈ രണ്ട് രോഗസൗഖ്യങ്ങളും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മരുന്നുകൾ ഉപേക്ഷിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോൾ ലഭിച്ചതെന്ന് ഈ കുടുംബം ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ അരികിൽ കുപ്പകരവുമായി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലേക്കും അമ്മയുടെ സംരക്ഷണം തേടാം. പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്താം. കുമ്പസാരം കൊണ്ട് നമ്മുടെ ബന്ധങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കുകയും ആത്മശുദ്ധിയോടുകൂടി ജീവിക്കുകയും ചെയ്യാം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന ഓരോ അവസരത്തെയും അറിഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നേർച്ച വസ്തുക്കൾ നമുക്ക് വിശ്വാസത്തോടെ പ്രയോഗിക്കാം. അത് ജീവിതത്തിന് അനുഗ്രഹമാകും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ സംരക്ഷണങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും മേൽഗതിക്കും സൗഖ്യത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി. അമ്മയുടെ പ്രതിഷേധത്തിന് സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ആരംഭിക്കട്ടെ. എൻ്റെ പേര് നീതു. ഞാൻ വരുന്നത് പാലായിലുള്ള പൈക എന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ ഇടവക സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2021 ഓൺലൈൻ ഉടമ്പടിയാണ്. അത് ഈ കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ് എന്നോട് പറയുന്നത്. ഞാൻ ആ ആൻറ്റി എനിക്ക് പത്രം തന്നു. ആദ്യം ഞാൻ ആ പത്രം വായിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ യൂട്യൂബിൽ കയറി അച്ഛൻ്റെ ധ്യാനങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്കൊക്കെ സാക്ഷ്യങ്ങളും കൂടാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഒരുപാട് ജീവിതത്തിൻ്റേതായ ഒരുപാട് സഹനത്തിൻ്റെ സമയങ്ങളിലായിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് ജോലി നിർത്തി നാട്ടിൽ വന്ന സമയം 3 വർഷമായിട്ട് ഞാൻ നാട്ടിൽ ജോലി നോക്കി. പക്ഷേ എനിക്ക് ഒരിടത്തും ജോലി കിട്ടിയില്ല. കാരണം ഞാനൊരു നേഴ്സാണ് പ്രൊഫഷൻ വൈസ്. അവർ പറയുന്നത് കുറേ നാളത്തെ ലാഗ് വന്നു, അതുകൊണ്ട് ഒരിടത്തും എന്നെ എടുക്കാൻ പറ്റില്ല എന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ പ്രാർത്ഥനകളും എല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പത്രത്തിൽ ഒരു സൗദി MOH ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ പോയപ്പോൾ എനിക്ക് എൻ്റെ ആൻറ്റി, അടുത്തുള്ള ആൻറ്റി മാതാവിൻ്റെ തൈലം തേച്ച് തന്നു. മാതാവിൻ്റെ ഉപ്പും തേനും എല്ലാം കുടിച്ചിട്ടാണ് ഞാൻ അന്ന് ആ ഇൻ്റർവ്യൂവിന് പോയത്. ആ ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നോട് ഒരു ക്വസ്റ്റ്യൻ പോലും അന്ന് ചോദിച്ചില്ല. പക്ഷേ എനിക്ക് മുൻപ് അറ്റൻഡ് ചെയ്തവരൊക്കെ ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഭയങ്കര ക്വസ്റ്റ്യൻ ചോദ്യമാണ്, പാസ്സാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നോടാകെ ചോദിച്ചത് എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ്. ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. 3 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ സൗദിക്ക് കയറി പോവുകയും ചെയ്തു.
ഇത് എൻ്റെ മെറിറ്റ് അല്ല അവിടെ, കാരണം 3 വർഷമായിട്ട് ഞാൻ എൻ്റെ മെറിറ്റ് ജോലി നോക്കിയതാണ്, എനിക്കത് കിട്ടിയില്ല. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന അതേ ഇതാണ് എൻ്റെ ജീവിതത്തിൽ അന്ന് നടന്നത്. അതിനുശേഷം സൗദി ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് 2 ചെറിയ മക്കളാണുള്ളത്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ ചെറിയ മക്കളും നാട്ടിലാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണമെന്ന് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ OET എക്സാം എഴുതാമെന്ന് വെച്ചു. OET എക്സാം ഈ മിനിസ്ട്രിയിലെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്, കാരണം നൈറ്റൊക്കെ കഴിഞ്ഞ് വരുമ്പം നമുക്കധികം സമയമൊന്നുമില്ല. പക്ഷേ ഞാൻ 2 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് OET നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പഠിച്ചിട്ട്. പക്ഷേ 2 പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ക്ലബിംഗ് സ്കോർ മാത്രമാണ് കിട്ടിയത്. 3ാമത്തെ അറ്റംപ്റ്റ് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പഠിക്കുന്നില്ല, കാരണം ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്തു അത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് 2 പ്രാവശ്യം കിട്ടിയില്ല. 3ാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ ആ പഠിക്കുന്ന സമയം ബൈബിൾ വായിക്കാൻ തുടങ്ങി. കണ്ടിന്യൂസ് ബൈബിൾ വായിച്ചു. അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ എപ്പോഴും പറയുന്നത്, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമുകൾ ഒടിക്കുകയും എന്ന് പറയുന്ന ആ വചനം ഞാൻ ഒരു ബുക്കിൽ ഫുൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഇവൻ എൻ്റെ റൂംമേറ്റ് പോലും ചോദിച്ചു, ചേച്ചി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ചേച്ചി OET പാസ്സാകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ പഠിച്ചിട്ട് എഴുതുന്നില്ല, എൻ്റെ മാതാവ് വേണമെങ്കിൽ എന്നെ ജയിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലവും തേച്ച് ഉപ്പും, അതായത് സൗദിയിലാണ് എക്സാം എഴുതുന്നത്. സൗദിയിൽ അങ്ങനെ ഞങ്ങൾക്ക് ഒരു സാധനങ്ങളും അകത്ത് കയറ്റത്തില്ല. പക്ഷേ എനിക്ക് അവിടെ ആ സെൻറ്ററിൽ ഉപ്പിടാനും അതുപോലെ ഞാൻ ഇരിക്കുന്ന ഡെസ്കിലും എല്ലാം ഞാൻ ഉപ്പിട്ടു. അന്നത്തെ എക്സാം വന്നു. എക്സാം കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തി. അപ്പം എൻ്റെ ഇളയ മോൻ്റെ ബർത്ത്ഡേ ആണ്, അത് മെയ്യിലാണ് ഞാൻ എഴുതുന്ന ആ എക്സാം. ജൂൺ 27 അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഇളയ മകൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റായിട്ട് അത് തരണേന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് റൂമിൽ ഭയങ്കര സുഗന്ധാഭിഷേകമാണ്. എനിക്ക് ആദ്യമായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ റൂംമേറ്റിനോട് വരെ ചോദിച്ചു, നീ ഇവിടെ വല്ല സെൻറ്റും എല്ലാം പൂശി അല്ലെങ്കിൽ ഇത്രയും മണവൻ. അപ്പോൾ എന്നോട് എൻ്റെ റൂംമേറ്റ് അതൊരു ഹിന്ദുക്കുട്ടിയാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി എങ്കിലേ ഈ പ്രാവശ്യത്തെ എക്സാം ചേച്ചി പാസ്സാകും, അത് മാതാവ് എഴുതി തന്നതെന്ന്. അതുപോലെ തന്നെ ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് UK സ്കോർ നൽകി എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു. ഞാനും കുടുംബവും UK-യിലാണിപ്പം, സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും ജോലി ലഭിച്ചു. ഇനി ഇതിനു മുമ്പ് എൻ്റെ UK-യിലെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയാം. എൻ്റെ ബ്രദറും ആ സെയിം പോർട്സ്മൗത്ത് എന്ന് പറഞ്ഞ സെയിം പ്ലേസിലാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുണ്ട്, അവിടെ തന്നെ നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നു. ഒരു കുഴപ്പവും കൂടാണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആ സമയത്ത് ഞാൻ 2 സൈഡിലും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ചു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മൊബൈലിൽ മാതാവിൻ്റെ തൈലം കൊണ്ട് കുരിശ് വരച്ചു. പിന്നെ ഉപ്പും ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാനും പറ്റി. ആ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാവാനും പറ്റി. അതുപോലെ തന്നെ അടുത്തതായിട്ട് എൻ്റെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, UK-യിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതാണ്. അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഞാൻ 3 പ്രാവശ്യം ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് അത്യാവശ്യം ഞാൻ നാട്ടിൽ ഓടിക്കുന്ന ആളാണ്, അപ്പോൾ എനിക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു കഴിവുണ്ട്. ആ ഒരു ഇത് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എക്സാമിനേഴ്സ് വരുന്നവരും ഒട്ടും അപ്രോച്ചബിൾ അല്ലായിരുന്നു. എക്സാമിനേഴ്സിനെ കാണുമ്പോൾ എനിക്ക് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. 4ാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് വന്ന എക്സാമിനർ വന്ന നല്ലൊരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ആൾ. ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് മാതാവിൻ്റെ തൈലം എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ കാറിൻ്റെ ഡോറിൻ്റെ 2 സൈഡിലും ഉപ്പിട്ടു. അതുപോലെ തന്നെ എക്സാമിനർ ഇരിക്കുന്ന ആ സീറ്റിൻ്റെ മുകളിലും ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ആ 4ാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ കഴിഞ്ഞു. സാധാരണ ഞങ്ങൾക്ക് 45 മിനിറ്റ്സാണ് അവിടുത്തെ എക്സാം. പക്ഷേ എന്നെ ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്തപ്പം സാറ് പറഞ്ഞു ഞാൻ ഓൾറെഡി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായെന്ന്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതിലേറെ 2021 ഓൺലൈനിൽ ഉടമ്പടി എടുത്തപ്പം മുതൽ എനിക്കൊരു കിട്ടിയ അനുഭവങ്ങളാണ് ഇതെല്ലാം. പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്നില്ല. തീർത്ഥാടന ഉടമ്പടി എടുക്കും, പക്ഷേ എനിക്കെന്തോ സാക്ഷ്യം പറയാൻ പേടിയാണ്. വരും, തീർത്ഥാടന ഉടമ്പടി എടുക്കും, തിരിച്ചു പോകും. വെക്കേഷന് വരുമ്പോഴും മാതാവിൻ്റെ ഈശോയുടെ അടുത്ത് വരും, തിരിച്ചു പോകും. ഇത് തന്നെയായിരുന്നു. ഇന്ന് എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ ഈശോയ്ക്ക് മാതാവിനും 1000 നന്ദി പറയുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പോകുമ്പോൾ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കും. കാരണം മലയാളികൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ കുടുംബടി എടുത്ത് അവർക്കൊക്കെ പത്രം അറിയാൻ തോന്നും. പത്രം കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. പക്ഷേ ഇംഗ്ലീഷുകാർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ നമ്മുടെ ഈ കൃപാസനത്തെ പറ്റിയും ഇവിടുത്തെ മാതാവിനെ പറ്റിയും പറയുമ്പോഴും ആരും എന്നോട് ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ആ കൊടുത്തവരാരാണോ അവരെല്ലാവരും തന്നെ സന്തോഷത്തോടെ മേടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്യാറുള്ളത്, ഞങ്ങളുടെ വെക്കേഷന് വരുമ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സെർണിറ്റി ഹോമുണ്ട്, അവിടെ പോകാറുണ്ട്, സാമ്പത്തികമായി അവരെ സഹായിക്കാറുണ്ട്. പിന്നെ ഒരു പഠിക്കാൻ പൈസ ഇല്ലാത്തൊരു കുഞ്ഞിന് അതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്.
പിന്നെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഒരുപാട് സമാധാനം വന്നു. ഞാനും ഹസ്ബൻഡും മക്കളും എല്ലാവരും ഹാപ്പിയായിട്ട് ദൈവത്തിൻ്റെ മാതാവിൻ്റെയും ഈശോയുടെയും സഹായത്താൽ കഴിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ കുർബാന, ഞങ്ങളുടെ അടുത്തൊരു മലയാളം പള്ളിയുണ്ട്. പറ്റുന്ന ദിവസങ്ങളെല്ലാം ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കുമ്പസാരം കഴിവതും 2 ആഴ്ച ചിലപ്പോൾ നടക്കില്ല, പക്ഷേ 3 ആഴ്ചയിലെങ്കിലും ഞാൻ കഴിവതും കുമ്പസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ജപമാല എനിക്ക് കൂടുതലായിട്ട് ചെല്ലാനുള്ള ആ ഒരു വിശ്വാസം വർദ്ധിച്ചു. എന്തു വന്നാലും ഇപ്പോൾ ഒരു പേടിയില്ല. സത്യം പറഞ്ഞാൽ എല്ലാത്തിനും എന്തു വന്നാലും ഞാൻ പറയും എനിക്ക് മാതാവുണ്ട്, ഞാനെന്തിനാണ് പേടിക്കുന്നത്, ആ ഒരു ഇതിലേക്ക് വന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഇനിയും തുടർന്നുള്ള ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഈ ഉടമ്പടിയിൽ ജീവിക്കുന്നതിനും അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് എല്ലാ ദിവസവും യൂട്യൂബിൽ കാണാറുണ്ട്. പക്ഷേ എല്ലാ ചൊവ്വാഴ്ച എനിക്ക് കാണാൻ പറ്റാറില്ല, കാരണം ഡ്യൂട്ടിയുള്ള ദിവസങ്ങളാണ്. പക്ഷേ ഞാൻ ആ ഒരു വീക്കിൽ അത് അച്ഛൻ്റെ ധ്യാനം കണ്ട് തീർക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്ലെസ്സിങ് അതെന്നും ചിലപ്പം 5:30 ചെല്ലും, പക്ഷേ ചില ദിവസങ്ങളൊക്കെ താമസിച്ചിട്ടുമുണ്ട്. പക്ഷേ ചില ദിവസം 4 മണിക്കൊക്കെ എണീക്കുന്ന എപ്പോഴാണോ അവിടുത്തെ സമയമാണ് ഞാൻ പറയുന്നത്, ആ സമയങ്ങളിൽ എണീറ്റ് ഞാനത് ചെല്ലാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഞാൻ ഒത്തിരി ക്ഷമ ചോദിക്കുന്നു, കാരണം സാക്ഷ്യപ്പെടുത്താനുള്ള പേടി കൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യങ്ങളൊന്നും പറയാതിരുന്നത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പാത അങ്ങ് വിശാലമാക്കി, എൻ്റെ കാലുകൾ വഴുതിയില്ല. സങ്കീർത്തനം 18:36. നാം നമ്മുടെ സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ പലപ്പോഴും വഴുതി വീഴാം. എന്നാൽ ദൈവത്തിൻ്റെ കൃപയിൽ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികളാണ് തുറന്നു തരുന്നത്. അതാണ് ഉടമ്പടി ജീവിതത്തിലെ ഓരോ മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ നാം നമ്മുടെ ജീവിത വഴികൾ ദൈവത്തിൻ്റെ കൈകളിലാണ് ഏൽപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് നമുക്ക് ദൈവം പുതിയ വിശാലമായ പാതകൾ തുറന്നു തരുന്നത്. എൻ്റെ പാത അങ്ങ് വിശാലമാക്കി, എൻ്റെ കാലുകൾ വഴുതിയില്ല എന്നാണ്. അതായത് ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ പാതകൾ ഓരോ ദിവസവും ഓരോ നിമിഷവും വിശാലമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഓരോ മക്കളും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ കാലുകൾ വഴുതാതെ നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു ദൈവം, നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് ഈശോയും അമ്മയും. ആത്മീയമായി കാലുകൾ വഴുതാതെ നിൽക്കാൻ ദൈവകൃപയാണ് നമ്മെ സഹായിക്കുന്നത്. ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, പരീക്ഷകളുടെ ഇൻ്റർവ്യൂകളുടെയും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമാവാം. എന്തൊക്കെയാണേലും വഴുതിപ്പോകാൻ സാധ്യതയുള്ള ഈ നിമിഷങ്ങളെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ജീവിത വഴികൾ വ്യത്യസ്തമാണ്. നമ്മൾക്ക് വീഴാതെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി തുറന്നു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവകൃപയാണ് നമ്മുടെ ചുവടുകളെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് നീതു മേരി ജോസഫ് നമ്മളോട് ഷെയർ ചെയ്തത്. ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മളുടെ പാത വിശാലമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കാലുകൾ വഴുതാതെ നോക്കുന്ന ഒരു അമ്മ, നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് നമുക്കും വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കരം പിടിച്ച് ഈശോയുടെയും അമ്മയുടെയും കൂടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പാത അങ്ങ് വിശാലമാക്കി, എൻ്റെ കാലുകൾ വഴുതിയില്ല എന്ന് നമുക്കും പറയുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നീതു മേരി ജോസഫിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും കുടുംബത്തിൽ ലഭിച്ച സന്തോഷവും സമാധാനവും ഈശോയിലും അമ്മയിൽ നൽകിയ ഈ വലിയ കൃപകൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ, പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ എന്നെയും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉയർത്തിയ ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാം. എൻ്റെ പേര് ഡിൽസ മാത്യു. ഞാൻ വരുന്നത് കോട്ടയം കൊറടങ്ങാട് ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരിയിലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചി വഴിയാണ്. എനിക്ക് കൃപാസനത്തിനെ പറ്റി ഷോർട്സൊക്കെ കാണുമായിരുന്നു യൂട്യൂബിലൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര മാതാവിനെ പറ്റി അറിയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ കൃപാസനത്തെ പറ്റി എനിക്ക് അറിയത്തില്ല, ആരും പറഞ്ഞറിഞ്ഞുള്ള വിശ്വാസമല്ലായിരുന്നു എനിക്ക് മാതാവിനോടുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരാളാണ് മാതാവ് എന്ന് പറയുന്നത്.
അപ്പം ഞാൻ ഒരു തവണ ഞാൻ അമ്മയുടെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തെ പറ്റി അറിയണം, ഒന്ന് പറഞ്ഞു തരാമോ, എനിക്ക് വരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മയുടെ ചേച്ചി പറഞ്ഞു തന്നു, ഞാൻ മാതാവാണ്, ഭയങ്കര അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വരണം എന്നൊക്കെ. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ +2 ഫൈനൽ എക്സാം ആയിരിക്കുന്ന ടൈമായിരുന്നു ആ സമയം. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ +2 ഫൈനൽ എക്സാം എടുക്കാറായി, എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് അതിനുള്ള അനുഗ്രഹം കൃപയും തരണേന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ഏറ്റവും പാടായിട്ടുള്ള വിഷയമാണ്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസാണ് എടുത്തിരുന്നത്. അപ്പം എനിക്ക് ഏറ്റവും പാടുള്ള വിഷയമാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഞാൻ മാതാവിൻ്റെ അടുത്ത് അന്ന് വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ എനിക്ക് കെമിസ്ട്രി ഭയങ്കര പാടാണ്, എനിക്ക് തോറ്റു പോകുന്നൊരു പേടിയുണ്ട്, മാതാവ് എന്നെ ജയിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് ഉടമ്പടി എടുത്താലോ, എനിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ ജീവിത വഴി എനിക്ക് മുന്നോട്ട് പോകാനാണ് താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് എന്നാ അറിയാം ഒറ്റപ്പെട്ട രീതിയിൽ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ +2 പരീക്ഷ വിജയിക്കണമെന്നാണ്. അതിൻ്റെ മെയിനായിട്ട് കെമിസ്ട്രി പരീക്ഷ. ഞാൻ അങ്ങനെ പരീക്ഷ എടുത്തു. അങ്ങനെ പരീക്ഷയ്ക്ക് പോയി ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ ക്ലാസ് റൂമിൽ കൊണ്ടുപോയി. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ക്ലാസ് റൂമിൽ വിതറി. നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ചു. അങ്ങനെ ഞാൻ എൻ്റെ കഴിഞ്ഞു പോയ വിഷയങ്ങളൊക്കെ എനിക്ക് കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി. കെമിസ്ട്രി പരീക്ഷ പക്ഷേ അവസാനമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിരുന്ന് ഞാൻ പഠിച്ചു. മാതാവിനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഭയങ്കര പാടായിരിക്കും, എന്നെ ഒന്ന് കൈവിട്ടേക്കരുതേ, മാതാവിൻ്റെ അടുത്ത് വന്ന് എഴുതിയേക്കണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പരീക്ഷയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ ഞാൻ പഠിച്ചെന്താണോ അത് തന്നെയാണ് എനിക്ക് മാതാവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചു തന്നത്. നല്ല രീതിയിൽ തന്നെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റി. എനിക്ക് നല്ല വിശ്വാസം തോന്നി മാതാവിനെ വിജയിപ്പിക്കുമെന്ന്. അങ്ങനെ റിസൾട്ട് വന്നു, +2 പാസ്സായി. +2 പാസ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിന് മാതാവിന് ഈശോയോട് നന്ദി പറഞ്ഞു. +2 കഴിഞ്ഞ് ഞാൻ നേഴ്സിംഗ് പഠിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ നേഴ്സിംഗ് പഠിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എൻ്റെ കസിൻ ചേച്ചി പഠിക്കുന്ന കർണാടകയിലുള്ള ഒരു കോളേജിലാണ് ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഞാൻ അഡ്മിഷൻ എടുത്തത്. അങ്ങനെ ഞാൻ അഡ്മിഷൻ എടുത്തു. ഫസ്റ്റ് ഇയറിൽ 3,20,000 രൂപയായിരുന്നു ഞങ്ങൾക്ക് അടയ്ക്കേണ്ടിയിരുന്നത്. അല്ലാത്ത 1,20,000 രൂപ ഞങ്ങൾക്ക് പറഞ്ഞ മാസത്തിനുള്ളിൽ അടച്ചു തീർക്കണമായിരുന്നു. എഡ്യൂക്കേഷൻ ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 1 വർഷം കൊണ്ട് പിടിക്കുമെന്നാണ് അവർ പറഞ്ഞത്. 1 വർഷയിലും മേ ബി നിൽക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെ ലോൺ പാസ്സായി കിട്ടാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇന്ന മാസത്തിനുള്ളിൽ 1,20,000 രൂപ അടയ്ക്കുകയും ചെയ്യണം. എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാൻസർ രോഗിയായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നത്. അപ്പോൾ അമ്മയ്ക്ക് അതിനനുസരിച്ച് പണിയെടുക്കാനൊന്നും പറ്റത്തില്ല. അച്ഛനാണെങ്കിൽ വയ്യാത്ത ഒരാളാണ്. അച്ഛൻ പണിക്കൊക്കെ പോകും, പക്ഷേ ഈ 1,00,000 രൂപ ഒപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ ഒരു എൻ്റെ ഇടവകയിലുള്ള പള്ളിപ്പെരുന്നാളിൽ ഞാൻ അൽത്താര ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കോള് വന്നു. അപ്പം ഞാൻ ആദ്യം എടുത്തില്ല. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വിളിച്ച്. അത് പാലായിന്ന് ബാങ്കിൽ നിന്നായിരുന്നു. അവർ പറഞ്ഞു നിങ്ങളുടെ ലോൺ പാസ്സായിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം 1 വർഷം പിടിക്കുമെന്ന് എന്നോട് ബാങ്കിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എനിക്ക് 2 മാസം കൊണ്ട് എനിക്ക് ആ ലോൺ പാസ്സായി കിട്ടി. അവർ പറഞ്ഞ മാസത്തിനുള്ളിൽ എനിക്ക് ലോൺ അടച്ചു തീർക്കാനും പറ്റി, ആ പൈസ അടച്ചു തീർക്കാനും പറ്റി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെം എക്സാം തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ അടുത്ത നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നൊരു കാര്യമാണ് എൻ്റെ നേഴ്സിംഗ് പഠനത്തിൽ ആദ്യത്തെ സെം എക്സാം എനിക്ക് പാസ്സാക്കി തരണം എന്നുള്ളത്. അപ്പം ഞാനത് നിയോഗത്തിൽ വെച്ചു, മാതാവേ എനിക്ക് ബയോകെമിസ്ട്രി, അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി ഒക്കെ ഉണ്ട്. എനിക്കത് ഭയങ്കര പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉടമ്പടി കുറേ ഉഴപ്പമൊക്കെ ചെയ്തായിരുന്നു. എനിക്കത് ഫോക്കസ് ചെയ്യാനൊക്കെ പറ്റാതെ പോയി. അപ്പം മാതാവിൽ നിന്ന് ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന പോലെ എനിക്കെന്തോ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ സമയത്ത് എൻ്റെ എക്സാം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ ഞാൻ അത്ര തീക്ഷ്ണതയോടൊന്നുമല്ല പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ പരീക്ഷയ്ക്ക് പോയത്. പക്ഷേ റിസൾട്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു എക്സാം. റിസൾട്ട് വന്നപ്പോൾ ഞാൻ എല്ലാ വിഷയത്തിനും തോറ്റുപോയി. എനിക്കത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. കാരണം ഞാൻ അന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു. കാരണം ഞാൻ അന്ന് ആ ഒരു 26 ബുക്ക്ലെറ്റ്, ആ ബുക്ക്ലെറ്റിൻ്റെ പേജ് 26 എണ്ണം ഉണ്ടായിരുന്നു. 10 പേജത്തോളം എനിക്ക് എഴുതാൻ പറ്റിയുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ടഫായിരുന്നു എനിക്ക് ആ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്തുകൊണ്ട് എന്നെ തോൽപ്പിച്ചു, ഞാൻ ഇനി ഉടമ്പടി ഉഴപ്പിയത് കാരണമാണോ എന്താണെന്ന് എനിക്കല്ല, മെയിനായിട്ട് കാരണം ഞാൻ ഉടമ്പടി ഉഴപ്പിയത് കാരണമാണ് ഞാൻ ആ പരീക്ഷയ്ക്ക് തോറ്റു പോകാൻ തന്നെ കാരണം. അങ്ങനെ ഞാൻ ഒന്നും കൂടെ ഞാൻ മാതാവിനോട് പക്ഷെ എന്നാലും ഞാൻ വിശ്വാസം ഞാൻ കൈവിടാൻ ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിശ്വാസത്തിൽ തന്നെ നിന്നു. ഞാൻ അവിടെ തോറ്റുപോയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ വിശ്വാസത്തെ ഞാൻ കൈവിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ മാതാവ് ഈശോയും മാത്രമേ എനിക്കുള്ളൂ. ഞാനൊരു എക്സാമിൽ തോറ്റുപോയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഈശോയുടെ മാതാവിനെ ഞാൻ കൈവിട്ടിട്ടില്ല. ഞാൻ അങ്ങനെ എൻ്റെ സെക്കൻഡ് സെം അങ്ങനെ അത്ര വിഷയം എനിക്ക് സപ്ലി വന്നു. എൻ്റെ സെക്കൻഡ് സെം എക്സാം സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് സെം എക്സാം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് എനിക്ക് കൃപാസന്ധി വരാൻ പറ്റിയൊന്നുമില്ലായിരുന്നു. എനിക്കന്ന് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കർണാടകയിലായ കാരണം എനിക്കതിന് പറ്റത്തില്ല. ലീവ് എടുത്ത് വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ അവർ ലീവ് തരത്തില്ല. അപ്പം ഞാൻ അന്ന് മാതാവിനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാനോട് ഉടമ്പടി ഞാൻ നല്ല പൂർണ്ണമായിട്ട് ഞാൻ നല്ല ഭക്തിയോടും വിശ്വാസം കൈവിടാതെ തന്നെ ഞാനത് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ എൻ്റെ സെക്കൻഡ് സെം എക്സാം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തൈലവും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പുരട്ടി. എനിക്കറിയാവുന്ന വചനങ്ങൾ ഞാൻ എൻ്റെ യോഗ്യതയിലല്ല അങ്ങയുടെ കൃപയാൽ എനിക്ക് വിജയം നൽകണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ സെക്കൻഡ് സെം എക്സാം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോയത്. ബയോ കെമിസ്ട്രിയും ന്യൂട്രീഷനുമായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. എനിക്ക് ഒട്ടും അറിയുന്ന സംഭവമാണ് ഈ ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. കെമിസ്ട്രി ഓൾറെഡി തന്നെ എനിക്ക് ഭയങ്കര പാടായിട്ടുള്ള വിഷയമായിരുന്നു. അങ്ങനെ 26 ബുക്ക്ലെറ്റിൽ അതിൽ എനിക്ക് 10 പേജോളം എനിക്ക് ബയോ കെമിസ്ട്രി എഴുതാൻ പറ്റുള്ളൂ. എനിക്ക് അവിടെ കൊണ്ട് എനിക്ക് ടെൻഷൻ കൂടി, ഇനി വല്ലതും ബയോ കെമിസ്ട്രി മൂലം ഞാൻ തോറ്റു പോകുമെന്ന്. അങ്ങനെ ന്യൂട്രീഷൻ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അടുത്ത നേഴ്സിംഗ് ഫൗണ്ടേഷനുള്ള എക്സാം. നേഴ്സിംഗ് ഫൗണ്ടേഷൻ എന്നിട്ടുണ്ടെങ്കിൽ 50 ബുക്ക്ലേറ്റ് ഉണ്ട്. ആ 50 പേപ്പർ എങ്ങനെ എഴുതി തീർക്കുമെന്നറിയില്ല. 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ നമ്മൾ വലുതായിട്ടൊക്കെ തോന്നും. പക്ഷേ ആ 50 പേപ്പറിൽ ഒരു മിനിമം ഒരു 30-40 പേപ്പറല്ലേ എങ്ങനെ എഴുതി തീർക്കണമായിരുന്നു. അപ്പം എനിക്ക് എങ്ങനെ അറിയത്തില്ല. ഞാൻ കൂടുതലും ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, എൻ്റെ യോഗ്യതയിലല്ല അങ്ങയുടെ കൃപയാൽ എനിക്ക് വിജയം നൽകണമെന്ന് ഞാൻ എൻ്റെ എക്സാമിൻ്റെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ ബുക്ക്ലെറ്റ് 50 പേപ്പറിൽ ഞാൻ 48 പേപ്പർ ഞാൻ കംപ്ലീറ്റ് ആക്കി. എൻ്റെ തല അടിച്ചു പോകുന്ന പോലെ വേദനയായിരുന്നു എനിക്ക് സ്പീഡിൽ എഴുതിയിട്ട്. അങ്ങനെ എനിക്ക് പക്ഷെ ഞാനവിടെ 1 മിനിറ്റ് പോലും സ്റ്റോപ്പ് ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം ആ സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ 48 പേപ്പർ ഞാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. 2 പേജിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് 50 പേപ്പർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് നല്ല മാർക്കോടെ തന്നെ ഞാൻ പാസ്സായി. എനിക്ക് പോയ വിഷയം ഞാൻ സപ്ലി എഴുതിയെടുത്തായിരുന്നു. സപ്ലിക്ക് ഞാൻ അത്ര വിഷയം പോയി. മാതാവിനോട് ഈശോയോട് ഞാനന്ന് പറഞ്ഞായിരുന്നു, ഇതുപോലെ തന്നെയാണ് ഞാൻ സപ്ലിക്കും ഞാൻ എൻ്റെ യോഗ്യതയല്ല അങ്ങനെ കൃപ എനിക്ക് വിജയം നൽകണമെന്ന്. അതും ആ സമയത്തും എനിക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റി. അതിൻ്റെ റിസൾട്ട് വന്നു. സപ്ലിയുടെയും ഈ സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് ഒരുമിച്ചാണ് വന്നത്. അങ്ങനെ സപ്ലിക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ്, അത് ഫുൾ മാർക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ ഞാൻ അതിനും പാസ്സായി. അതിന് ഈശോയ്ക്ക് മാതാവിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ അവിടെ എൻ്റെ സത്യം പറഞ്ഞാൽ ആ എക്സാമിൻ്റെ സമയത്ത് എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എനിക്ക് ആരോ പറഞ്ഞു തരുന്ന പോലെ. അത് പറഞ്ഞ ആർക്കും മനസ്സിലാകത്തില്ല, കാരണം അത് അനുഭവിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ. മാതാവിൻ്റെ ഈശോയുടെ ഒരു സാന്നിധ്യം, മാതാവിൻ്റെ ഈശോയ്ക്കുള്ള സാന്നിധ്യം എന്നിലൂടെ വന്നിട്ടുള്ളതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസമുള്ളൊരു കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ വെച്ചത് ഞങ്ങൾക്കൊരു ഭവനം 10 വർഷത്തോളമായി പഞ്ചായത്തിൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ വലിയമ്മച്ചയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നു. ഒരു ഭവനം ഇല്ല. കാരണം ഞങ്ങൾ തറവാട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളുടെ നിന്ന് ലോൺ എടുത്ത് വീട് വെക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമില്ല. ആധാരം പണയം വെക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പം അങ്ങനെ സർക്കാരിൽ നിന്ന് കുറേ തവണ ഞങ്ങൾ അപേക്ഷ വെക്കുകയും തള്ളി കളയുകയും ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടായിരുന്നു അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എന്തുകൊണ്ട് എത്രയോ പേർക്ക് വീട് കൊടുക്കുന്നു, സാക്ഷ്യത്തിൽ എത്രയോ പേർക്ക് ഇങ്ങനെ പറയുന്നു വീട് ലഭിക്കുന്നുണ്ട്, അവർക്ക് വീട് മാതാവ് വെച്ച് കൊടുത്തു തന്നൊക്കെ. അപ്പോൾ എനിക്കും വീട് തന്ന എന്നാതെ എന്നൊക്കെ ഞാൻ എപ്പോഴും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത് എന്നാണോ ഞാൻ അന്ന് യോത്തി വെച്ചത്, ഞാൻ അന്ന് കർണാടകയിലായിരുന്നു. ഞാൻ എൻ്റെ അമ്മേനെ ഫോൺ വിളിച്ച് പറഞ്ഞു, അമ്മേ മോളെ നമുക്ക് വീടിന് അപേക്ഷ അവർ സ്വീകരിച്ചു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ അന്ന് ഈശോയോടും മാതാവിനും മുട്ടുകുത്തിയാണ് ഞാൻ നന്ദി പറഞ്ഞത്. 6 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ വീട് പണിയും പൂർത്തിയാക്കാൻ പറ്റി. അതുപോലെ കയർത്താമസം നല്ല പാലുകാച്ച നല്ല രീതിയിൽ തന്നെ ഭംഗിയാക്കി മാതാവ് ഈശോയെ നന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഇത്ര അനുഗ്രഹങ്ങളാണ് മാതാവ് ഈശോ എനിക്ക് തന്ന് അനുഗ്രഹിച്ചത്. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഈ പത്രങ്ങളൊക്കെ ഇവിടുന്ന്
കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന പത്രങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയി ഇവിടുന്ന് വൈക്കത്തെത്തിയാൽ തന്നെ ഞാൻ വഴിയരികെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഞാൻ കൊണ്ട് കൊടുക്കും. ഞാൻ പ്രാർത്ഥിച്ചാൽ കൊടുക്കത്തുള്ളൂ, ഒരിക്കലും ചുമ്മാ ഞാൻ പത്രം കൊടുക്കത്തില്ല. ഞാൻ ഈശോയുടെ മാതാവിനെ പറ്റി ഞാൻ പറഞ്ഞാണ് കൊടുക്കത്തുള്ളൂ. അവർ കുറേ പേര് നിരസിച്ചിട്ടുണ്ട് എൻ്റെ പത്രം കൊടുത്തപ്പം. എനിക്കത് ഭയങ്കര സങ്കടമായി. കാരണം ഞാനൊന്ന് കരഞ്ഞ് ഒന്ന് പത്രം നിരസിച്ച കാരണം കാരണം അവർ നിരസിച്ചാലും അവരോട് പൊറുക്കണേ മാതാ ഈശോയെന്നെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കും. അവർക്ക് ഈശോയിലേക്ക് അറിയാൻ വേണ്ടി ഞാൻ എനിക്ക് ഈശോയെ പറ്റി മാതാവിനെ പറ്റി എന്തൊക്കെ എനിക്ക് അറിയാമെന്നോ അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അവരുടെ ഉള്ളിലേക്കൊരു വിശ്വാസം എനിക്ക് എത്തിക്കണം, അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ കോളേജിലെ എല്ലാ മാംസിനും കന്നഡക്കാരാ. അവരോട് വരെ ഞാനത് അവർക്ക് തമിഴ് അറിയാം, മലയാളം അറിയാം, കുഴപ്പമില്ല, മലയാളം കുറച്ചറിയാം. കൂടുതലും അവർ കന്നഡക്കാരായ കാരണം അവർക്ക് തമിഴ് കുറച്ച് പിടുത്തമുള്ളൂ, എന്നാലും തമിഴും കന്നഡ അവർക്ക് അറിയത്തുള്ളൂ. അപ്പം ഞാൻ തമിഴിലാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് കൃപാസനത്തെ പറ്റി. അവർ മുസ്ലിംസ് അല്ലായിരുന്നു തന്നെ. അപ്പം അവർ മാതാവിനെ പറ്റി ഞാൻ മാതാവിൻ്റെ പത്രം ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം തമിഴിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ പത്രം അവർക്ക് കൈമാറിയേനെ. പക്ഷെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു മാതാവിനെ പറ്റി, മാതാവിന് തന്ന അനുഗ്രഹം, എനിക്ക് കിട്ടിയ എൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഞാൻ അവരോട് എന്നെ പഠിപ്പിക്കുന്ന മാംസിനോട് ഞാൻ തമിഴിലാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവർക്കത് ഭയങ്കര എൻ്റെ മാതാവിനെ പറ്റി ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അവർക്ക് ഭയങ്കര എന്നാണെന്നറിയത്തില്ല, അവർക്ക് മാതാവിനെ പറ്റി എന്നോട് ഞാൻ ക്ലാസ്സിൽ എപ്പോൾ വന്നാലും എന്നോട് ഡീൽസ് നീ മാതാവിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ. അവർക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരെന്ന് പറഞ്ഞാൽ അവർ മുസ്ലിംസാണ്, അപ്പം ഹിന്ദുക്കളും ഉണ്ട്, അപ്പോൾ ഒരു അന്യ ഭാഷക്കാർ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ മാതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തത്. പിന്നെ അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളുടെ കോട്ടയംപള്ളി ഞാൻ പോകുമ്പം അവിടെ വഴിയരികെ ഇരിക്കുന്ന അപ്പച്ചന്മാരൊക്കെ ഉണ്ട്. അവർക്ക് എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോൾ ലീവിന് നാട്ടിൽ വന്നാലും ഞാൻ ഒരു 8 പൊതിയായാലും പൊതിച്ചോറ് ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കും. കാരണം എനിക്ക് എപ്പോൾ ലീവിന് വന്നാലും എനിക്കത് കൊടുത്തേ മതിയാവുള്ളൂ. അത് ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രം ഞാൻ അവിടെ പോയി കൊടുക്കാറുള്ളൂ. എൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ പോലും ഞാൻ കൊടുക്കാതിരിക്കില്ല. അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്നെ പ്രതീക്ഷ അവരിയ്ക്കും. കാരണം എന്നോട് പറയും ഇനി വരുമ്പോൾ നീ പൊതിച്ചോറിഞ്ഞ് കൂടുതൽ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് വരും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ വെള്ളക്കുപ്പി ഉണ്ട്, ഞാൻ വെള്ളം മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കും. കാരണം എൻ്റെ മുമ്പിൽ ആരെങ്കിലും ഞാൻ എപ്പോൾ പോയാലും മുന്നിൽ കൈ നിട്ടുണ്ടെങ്കിൽ 10 രൂപയായാലും ഞാൻ കൊടുക്കാതിരിക്കത്തില്ല. കാരണം എനിക്ക് കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര സങ്കടമായിട്ട് തോന്നും. പിന്നെ എൻ്റെ സ്വപ്നത്തിൽ എപ്പോഴും മാതാവ് വരുമായിരുന്നു. കൃപാസന മാതാവ് എന്നോട് പറഞ്ഞു, ഒരിക്കലും നീ പ്രാർത്ഥന കൈവിടരുത്. എൻ്റെ സ്വപ്നം എപ്പോഴും ഞാൻ വിചാരിക്കും, എല്ലാവരും സാക്ഷ്യം പറയുമ്പം സ്വപ്നത്തിൽ മാതാവ് വന്നിട്ടുണ്ടെന്നൊക്കെ എന്നെ പറയുമ്പം എൻ്റെ സ്വപ്നത്തിൽ ഒരു തവണയെങ്കിലും മാതാവ് വരണേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എൻ്റെ സ്വപ്നത്തിൽ അതൊരു എന്നാ പറഞ്ഞാൽ ഒരു വയലാണ്. അവിടെ ഒരു മടവിലിൻ്റെ അടുത്ത് ഇങ്ങനെ മാതാവ് വന്നിങ്ങനെ നിന്നിട്ട്, മേഘത്തിൻ്റെ അടുത്ത് വന്നിങ്ങനെ നിന്നിട്ട് നിൻ്റെ പേരിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട്, നീ ഒരിക്കലും നിൻ്റെ പ്രാർത്ഥന നീ കൈവിട, നീ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന നീ ചൊല്ലാതിരിക്കില്ല, മുടക്കരുതെന്ന് എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറിയത്തില്ല. ഞാൻ സ്വപ്നമാണ് കണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. കാരണം അമ്മ സ്വപ്നത്തിലായാലും എനിക്ക് നേരിട്ട് അമ്മ എന്നെ വരത്തില്ല, അമ്മ സ്വപ്നത്തിൽ മാത്രമേ വന്നുള്ളൂ. എനിക്ക് സ്വപ്നത്തിലും വന്നല്ലോ എന്ന് വിചാരിച്ചാൽ അതിനും എനിക്ക് സന്തോഷം തോന്നി. എന്നാലും അമ്മ ഒരു തവണയെങ്കിലും എന്നോടത്ത് നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെടും, എനിക്ക് അങ്ങനെയൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്തെങ്കിലും മാതാവ് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു പ്രത്യക്ഷപ്പെടുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പത്രം ഞാൻ എല്ലായിടത്തും പൊതുവേദികളിലൊക്കെ ഞാൻ വിതരണം ചെയ്യും. ഞാൻ എല്ലാവരോടും പറഞ്ഞാണ് ഞാൻ വിതരണം ചെയ്യത്തുള്ളൂ. ആത്മീയ ജീവിതത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനെ ഈശോയിലേക്കും മാതാവിലേക്കുള്ള വിശ്വാസം കൊണ്ടുവരാനും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരിക്കലും ഞാൻ ഒരാളുടെ അടുത്ത് എന്നിട്ട് മാതാവിനെ പറ്റി അവരുടെ ഉള്ളിലെ ഒരു വിശ്വാസം വരുത്തിച്ചിട്ട് ഞാൻ അവരുടെ അടുത്തുനിന്ന് ഞാൻ പോരുള്ളൂ. കാരണം അവർ തർക്കിച്ചാൽ പോലും തന്നെ കുറേ പേര് തർക്കിച്ചിട്ടൊക്കെ ഉണ്ട് മാതാവിൻ്റെ ഈശോയുടെ ഇങ്ങനെ പറഞ്ഞ്. പക്ഷെ അവരുടെ ഉള്ളിൽ ഞാൻ വിശ്വാസം വരുത്തിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതാനുഭവം തന്നെയാണ് ആ ഒരു തെളിവെന്ന് പറയുന്നത് തന്നെ. കാരണം എൻ്റെ എക്സാം തന്നെ എനിക്കൊരു എന്താ പറയുന്ന ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ അവിടെ കാണപ്പെടുന്നത്. പിന്നെ പിന്നെ മാതാവ് ഈശോയും ഒരിക്കലും എനിക്ക് എപ്പോഴും എൻ്റെ അമ്മേനെ അപ്പനെ സഹായിച്ചിട്ടുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ ഒരു ക്യാൻസർ രോഗിയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് മരുന്ന് നിർത്താനായിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മേനും അപ്പനും അമ്മയ്ക്ക് നല്ല അവർക്ക് എന്നാന്നറിയാം, ഒരു ശരീരത്തിലൊരു വേദന വരുമ്പോൾ ആ ഉടമ്പടി തൈലം ഉപ്പും ഞാൻ പ്രാർത്ഥിച്ച് ഇവർ ഉള്ളിൽ കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു അവർക്കൊരു ഉറക്കം ലഭിക്കും. എൻ്റെ അമ്മയ്ക്ക് എനിക്ക് പല രാത്രികളിൽ ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ അമ്മയ്ക്ക് ഉറക്കം ലഭിക്കാറില്ല. കാരണം ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വന്നാലേ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുവായ ഉപ്പും ഇഷ്ട തൈലോ ഞാൻ അമ്മയുടെ നെറ്റി കുരിശ് വരച്ച്, ഞാൻ നാക്കിലും കുരിശ് വരച്ച് ഞാൻ കൊടുക്കും. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോൾ വന്നാലും ഞാൻ കുമ്പസാരിക്കാതെ പോകത്തില്ല. എനിക്ക് അവിടെ പള്ളി ഉണ്ടെങ്കിലും എനിക്കവിടെ പോകാൻ പറ്റത്തില്ല. ഇവിടെ വന്നാലേ എനിക്ക് വിശുദ്ധ കുർബാന പോകാൻ പറ്റുള്ളൂ. ഞാൻ മിക്ക മാസം ഈ പ്രാവശ്യം എനിക്ക് 1 മാസം ലീവ് കിട്ടി. 1 മാസം ലീവ് കിട്ടിയാൽ ഞാൻ ഒന്ന് കുമ്പസാരിച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സെമിനാരി ഉണ്ട്. അവിടെ ഞാൻ 6:45 കുർബാന, ഞാൻ 6:30 പോയിട്ട് ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പങ്കുകൊള്ളും. കുർബാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയണത്, നമുക്ക് അവിടെ നമ്മുടെ ഉള്ളിലോട്ട് വരും. അവിടെ നമ്മുടെ അൾത്താരയിൽ ഈശോ വന്ന മാതിരിയുള്ള ഒരു ഫീലിംഗ് കുർബാന ചുമ്മാ ഞാൻ പണ്ടൊക്കെയാണെങ്കിൽ കുർബാന എടുത്ത് ചുമ്മാ നിൽക്കുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കുർബാനയുടെ വാല്യൂ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. കുർബാന അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു കാര്യമല്ലെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കുർബാന നിസ്സാരമായിട്ട് ആരും തള്ളിക്കളയരുത്. കാരണം അവിടെ ഈശോ വന്ന് സ്വർഗം തുറക്കപ്പെടുവാണ്. അവിടെ കുർബാനയിടയിൽ ഈശോ അച്ഛന്മാർ നമ്മുടെ ചക്രാരി അവിടെ സ്വർഗം തുറക്കപ്പെടുവാണ്. കാരണം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസ് എൻ്റെ ഉള്ളിലുള്ളത് എനിക്ക് തന്നെ സ്വന്തമായിട്ട് ബോധപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വരുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ കുടുംബ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് ഞാൻ ജപമാല ചൊല്ലും കേട്ടോ. ജപമാല ഒരിക്കലും ഞാൻ കൈവിടത്തില്ല. ജപമാല എപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും വെക്കും. ഞാൻ ക്ലാസ് റൂമിൽ പോയാലും ഞാൻ എവിടെ പോയാലും ഞാൻ ജപമാല കൈപിടിച്ച് നടക്കത്തുള്ളൂ. മാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചാണ് നടക്കുകയുള്ളൂ. ഒരിക്കലും നിങ്ങളാരും പ്രാർത്ഥന മുടക്കരുത്, കുടുംബ പ്രാർത്ഥന മുടക്കരുത്. കാരണം കുടുംബ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ. നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയാണ്. കാരണം നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പം നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ഒരിക്കലും നമ്മൾ വേറെ കാര്യത്തിനൊന്നും പോകില്ല. നമ്മൾ ഒരു അരമണിക്കൂറോ ഒരു 5 മിനിറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി സമയം മാറ്റി വെക്കുക. എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഞാൻ അതിലേക്ക് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഈ ജപമാലയെ പറ്റിയും ഈശോയുടെ മാതാവിൻ്റെ ശക്തിയെപ്പറ്റി എനിക്ക് അറിയുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും എനിക്ക് അത്ര വിശ്വാസമുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് അത്ര ഇതില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് എന്നാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസവും പ്രാർത്ഥിക്കാനുള്ള ഒരിതും എല്ലാവരോടും ഈശോയെ പറ്റി എല്ലാവരും എത്തിക്കാനുള്ള ഒരിതും ഇതൊക്കെ എൻ്റെ ഉള്ളിൽ വന്നത്. അങ്ങനെ ഞാൻ എല്ലാവർക്കും എൻ്റെ കോളേജിലുള്ള മുസ്ലിം സ്റ്റുഡൻസിനും അവരിലേക്ക് ഞാൻ കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കാറുള്ളൂ. കാരണം മുസ്ലിം സ്റ്റുഡൻസിനോട് ഞാൻ അങ്ങനെയുള്ള അവരോട് തന്ന് ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞു നന്ദി പറയും. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കാല് വഴുതുന്നു എന്ന് വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. സങ്കീർത്തനം 94:18 വചനമാണ്. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും കരുണയും കൃപയും നമ്മെ വീഴാൻ അനുവദിക്കാത്ത താങ്ങി നിർത്തുന്ന ഒരു സ്നേഹമാണ്. നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. മരിയൻ ഉടമ്പടിയിൽ ദൈവത്തോടുള്ള ഒരു ആത്മീയ ബന്ധമാണ്. ആ ബന്ധമാണ് നമ്മെ ഓരോ പ്രതിസന്ധിയിലും നമ്മുടെ ജീവിതത്തിൽ നമ്മെ താങ്ങി നിർത്തുന്നത്. അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി എന്നത് ഉടമ്പടി മക്കളുടെ ജീവിതാനുഭവമാണ്. ഓരോ മക്കളുടെ ജീവിതത്തിലും നമ്മുടെ ദുർബല നിമിഷങ്ങളിൽ ഒരുപക്ഷെ നമ്മളെ ഉടമ്പടിയിലെ വീഴ്ചകൾ വന്നിരിക്കാം, തെറ്റുകൾ വന്നിരിക്കാം. എങ്കിലും കൃപാസന അമ്മയുടെ സന്നിധിയിലെത്തുമ്പോൾ അമ്മ നമ്മളെ കുറ്റപ്പെടുത്താതെ പരിശുദ്ധ അമ്മ നമ്മുടെ കൃപയുടെ കാരുണ്യത്തിൻ്റെ ഉറവിടത്തിലേക്കാണ് നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ജീവിതത്തിൽ വീഴ്ചയുണ്ടായാലും ഉടമ്പടിയിലൂടെ ദൈവകാരുണ്യം ദൈവകൃപ വീണ്ടും നമ്മെ ഉയർത്തുകയാണ്. ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടമ്പടിയിലുള്ള ആ തീഷ്ണത വീഴ്ചയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ തീഷ്ണതയിൽ ഉള്ള വീഴ്ച എങ്കിലും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ നിന്ന് നമ്മെ കൈപിടിച്ച് കരകയറ്റുന്ന മുന്നോട്ട് നയിക്കുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുന്നത്. ഓരോ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും വിശ്വാസ ജീവിതത്തിലൂടെയും വഴുതിപ്പോകുന്ന സ്ഥിരതപ്പെടുത്തുകയാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ.
പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും നിരാശകളും പലപ്പോഴും നമ്മെ തളർത്തുന്നു. ഇവയൊക്കെ നമ്മളെ വീഴ്ചയിലേക്ക് നയിക്കാം. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. ദിൽഷയുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. വളരെ തീഷ്ണതയോടു കൂടിയാണ് ഉടമ്പടി ജീവിതം സ്റ്റാർട്ട് ചെയ്തത്. +2 എക്സാമിന് പരീക്ഷയിൽ വളരെ ഡിഫിക്കൽട്ടായിരുന്ന ഒരു കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ട് വളരെ തീഷ്ണമായിട്ട് ഉടമ്പടി ജീവിതം നയിച്ചു. ആത്മാർത്ഥമായിട്ട് വിശ്വസ്തയോടെയാണ് നയിച്ചത്. അങ്ങനെയാണ് +2 എക്സാമിന് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ സാധിക്കുകയും പിന്നീട് നഴ്സിങ്ങിന് പോയപ്പോൾ കുറച്ച് ഡിഫറൻ്റായി വ്യക്തിയെ തന്നെ ഒരു മാറ്റമായി. എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അത് കിട്ടിയില്ല. 1 വർഷം കഴിഞ്ഞേ ആവുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്നാണ് ഈ മകൾ തീർത്ഥാടന ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് 1 വർഷം സമയ ചുരുക്കത്തിൻ്റെ അമ്മ അതിലിടപെടുകയും 2 മാസത്തിനകം എഡ്യൂക്കേഷൻ ലോൺ കിട്ടുകയും ആ സമയത്തിന് തന്നെ നഴ്സിങ്ങിനുള്ള പഠനത്തിനുള്ള ആ ഫീസെല്ലാം അടയ്ക്കുവാൻ സാധിക്കുകയും ചെയ്തു. അതും ഉടമ്പടിയിലുള്ള നിയോഗമായി സമർപ്പിച്ചതിന് ഫലമായിട്ടും സമയ ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ആ എഡ്യൂക്കേഷൻ ലോൺ പെട്ടെന്ന് പാസ്സാകാൻ സാധിച്ചത്. പിന്നീടാണ് ഈ മകള് വളരെ അല്പം വീഴ്ച സംഭവിച്ചത്. കാരണം ഉടമ്പടിയിൽ മുന്നോട്ട് പോയപ്പോൾ കുറച്ചൊക്കെ ലാഗ് ചെയ്തു. കാരണം പ്രാർത്ഥനയിൽ അത്ര തീഷ്ണത കുറച്ച് കുറഞ്ഞു. അങ്ങനെയാണ് നഴ്സിംഗ് എക്സാമിന് പോയപ്പോൾ അവിടെ ഒരു ഫെയിലിയറായി. അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഉടമ്പടിയിലേക്ക് കൂടുതൽ തീഷ്ണതയോടെ കെട്ടുപോയ ആ തീഷ്ണത വീണ്ടും കത്തിച്ച് ജ്വലിച്ച് പുതിയ ഒരു ഉണർവോടെയാണ് ഈ മകൾ ഉടമ്പടിയിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നാലും കുറ്റപ്പെടാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തിയെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ മകളുടെ കാര്യത്തിലും കാൽ വഴുതുന്ന നിമിഷത്തിൽ കർത്താവാണ് ഈ മകളെ താങ്ങി നിർത്തി മുന്നോട്ട് നയിച്ചത്. പിന്നീടും വളരെ തീഷ്ണതയോടുകൂടി പഠിക്കുകയും എല്ലാ എക്സാമും നല്ല രീതിയിൽ പാസ്സാകാൻ സാധിക്കുകയും ചെയ്ത് പിന്നീട് ഈ മകൾ പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ എക്സാം പാസ് ചെയ്തതെന്നാണ്. അത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഈ മകളുടെ കൂടി ഉണ്ടായിരുന്നു എന്നും മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. 10 വർഷത്തോളം ഭവനം ഒരു സ്വപ്നമായിരുന്നു. കാരണം യാതൊരു രീതിയിലും 10 വർഷത്തോളം പല പഞ്ചായത്ത് ഓഫീസുകളിൽ കയറിയിറങ്ങിയെങ്കിലും ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ല. ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് എങ്ങനെയോ എവിടെ നിന്ന് തന്നെ ഇവർക്ക് തന്നെ അറിയില്ല, പെട്ടെന്നാണ് ഒരു ഭവനം ആഗ്രഹിച്ചതിലും കൂടുതൽ നല്ല രീതിയിൽ സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്ത രീതിയിലാണ് ഈശോയും അമ്മയും ഇവർക്ക് ഒരു ഭവനം നൽകി അനുഗ്രഹിച്ചത്. അതും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീഴ്ചകൾ വലുതാണ്, പക്ഷെങ്കിൽ ദൈവകൃപ ദൈവകാരുണ്യം അതിലും വലുതാണ്. ഉടമ്പടി ജീവിതത്തിൽ ഈശോയും കൃപാസന അമ്മയും നമുക്ക് താങ്ങായി നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കാല് വഴുതാതെ നമ്മളെ താങ്ങി നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും നമ്മെ സംരക്ഷിക്കുന്ന കൃപാസന അമ്മ, പരിശുദ്ധ അമ്മ നമ്മുടെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിൽസ മാത്യുവിനും പേര് ബിജു ജോൺ എന്നാണ്. ഞാൻ എറണാകുളം എളമക്കര സെൻറ്റ് ആൻ്റണീസ് ഇടവക അംഗമാണ്. ഈ അൽത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് അവസരം ലഭിച്ചതിന് ദിവ്യകുമാരനും കൃപാസന മാതാവിനും ഒരാട് കൂടി നന്ദി. ഞാൻ 2025 ഫെബ്രുവരി മാസം 16-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം മക്കളുടെ പഠനം തുടർന്ന് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മൂത്തയാൾ ACCക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ ആളാണ് എൻ്റെ കൂടെയുള്ളത്, മകളാണ്. മകളുടെ പേര് ജിഷ എന്നാണ്. ജിഷ ജർമ്മനിയിൽ 2023 ഏപ്രിൽ മാസം നഴ്സിംഗ് പഠനത്തിനായിട്ട് ചേർന്നു. അവൾ ചേർന്ന സ്കൂളിൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് പോയ കുട്ടിയായിരുന്നു ഇവൾ. കൂടാതെ അവളുടെ ക്ലാസ്സിൽ പല രാജ്യത്തുനിന്നുള്ള ആളുകളുണ്ടായിരുന്നെങ്കിലും ആരും ഒരു സഹകരണം ഒന്നുമില്ലാത്ത കുട്ടികളായിരുന്നു. ഇവൾ ഒറ്റപ്പെട്ടായിരുന്നു ക്ലാസ്സിൽ കഴിഞ്ഞിരുന്നത്. അതുപോലെ ആശുപത്രിയിൽ പ്രാക്ടിക്കൽ എക്സാമിന് പോയപ്പോഴും അവിടെ ആദ്യമുണ്ടായിരുന്ന ട്യൂട്ടർ നല്ല ട്യൂട്ടറായിരുന്നു, ഇവളോട് കാര്യമായിരുന്നു. പക്ഷെ അവർ ഇടയ്ക്ക് വെച്ച് രാജിവെച്ച് പോയി. പിന്നീട് വന്ന ട്യൂട്ടർ മാർക്കൊന്നും കൊടുക്കില്ല, എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ക്ലാസ് ടീച്ചർ ഇവൾക്ക് സഹകരണം ഉണ്ടായിരുന്നു. ക്ലാസ് ടീച്ചർ ഇപ്പോൾ ഇവളെ കൂടെ ചേർത്ത് നിർത്തി എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഫൈനൽ പരീക്ഷയുടെ ഇത് വന്നപ്പോൾ നമുക്ക് ട്യൂട്ടറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടി. അപ്പോൾ ഇവർക്ക് പരിചയമുള്ള ആദ്യ വർഷം പഠിപ്പിച്ചിരുന്ന ഒരു ട്യൂട്ടറെ തിരഞ്ഞെടുക്കാനും സാധിച്ചു. ട്യൂട്ടറെ തിരഞ്ഞെടുത്തു. അതുപോലെ ചെയ്ത മാർക്കിടാത്ത ഇതിനെല്ലാം ടീച്ചർ അവിടെ ഇവൾക്ക് വേണ്ടി വാദിക്കുകയും മാതാവ് ഞങ്ങളിപ്പോഴും വിചാരിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവ് ഇവളുടെ കൂടെ ഇടപെട്ട് അത് ടീച്ചറിലൂടെ സംഭവിച്ചു എന്നാണ് ഞങ്ങളിപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ട്യൂട്ടർ മാർക്കിടുകയും ഇവളെ വിജയകരമായി പരീക്ഷകൾ പാസ്സാവാനും തുടർന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഏപ്രിൽ 1 തീയതി ഇവളുടെ കോഴ്സ് പൂർത്തിയായി അവിടെ പഠിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ ജോലിയിൽ പ്രവേശിപ്പിക്കാനും സാധിക്കുവാനായിട്ട് ഞാൻ ഉടമ്പടിയിൽ പ്രത്യേകം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ മാസം 26 തീയതി ഇവളുടെ കോഴ്സ് പൂർത്തിയായി. അവളുടെ ക്ലാസ്സിലെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത കുട്ടികളിൽ ഒരാളായിരുന്നു ഇവളെന്ന് ടീച്ചർ അവിടെ അനൗൺസ് ചെയ്യുകയുണ്ടായി. തുടർന്ന് മെയ് 1 തീയതി ഇവൾ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് 1 മാസത്തെ ലീവ് എടുത്തപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ്. അമ്മയോട് നന്ദി പറയാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞാനിവിടുന്ന് പത്രം ഇടയ്ക്ക് എല്ലാ മാസവും ഞാനിവിടെ വരും. ഉടമ്പടി പുതുക്കുന്നത് കൂടാതെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ പത്രം വാങ്ങിച്ചിട്ട് പബ്ലിക് പ്ലേസുകളിലാണ് ഞാൻ കൊടുത്തിരുന്നത്. പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. രോഗികളായി കഴിയുന്നവരെ പോയി കാണാറുണ്ട്. നമ്മുടെ ഇൻ്റർനെറ്റിലും ഫേസ്ബുക്കിലും ഓൺലൈനിലും പത്രത്തിലൊക്കെ രോഗികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ഇതിലൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ രോഗികൾക്ക് ശുശ്രൂഷ ചെയ്യാനും ഒക്കെ സഹായിക്കാറുണ്ട്. ആശുപത്രിയിൽ പോയി രോഗികളെ കാണാറുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ തീരെ ഗതിയില്ലാത്ത ആളുകളുണ്ട്, അവരെ ഞാൻ സഹായിക്കാറുണ്ട്. എന്ന് പറഞ്ഞ മാതിരി കുർബാന മുടക്കാറില്ല. കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. കുർബാന കൈക്കൊള്ളാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും മാതാവ് സഹായിച്ചതിന് ഒത്തിരി നന്ദി. ഉടമ്പടിയിൽ തീക്ഷ്ണതയോടെ തുടരുവാനുള്ള കൃപ നൽകിയതിന് ഒത്തിരി നന്ദി. എൻ്റെ പേര് ജിഷ ക്ലെയർ ബിജു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ജനുവരി 17 തീയതിയാണ്. അത് എടുക്കാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ക്ലാസ്സിൽ ആണെങ്കിലും ക്ലാസ്സിലൊത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സിലാരും എൻ്റെ അടുത്ത് സംസാരിക്കാറ് പോലും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റപ്പെടലായിരുന്നു. ക്ലാസ്സിൽ ഒറ്റപ്പെടലൊക്കെ ആയിരുന്നു. അർഹതപ്പെട്ട മാർക്ക് പോലും എനിക്ക് എൻ്റെ പ്രാക്സിസ് ലൈറ്റർ, അതായത് എൻ്റെ ആശുപത്രിയിലെ ട്യൂട്ടർ എനിക്ക് തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ മെയിൻ പരീക്ഷ ഓർത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതുപോലെ തന്നെ ക്ലാസ്സിൽ പിള്ളേരുമായിട്ട് മിങ്കിൾ ചെയ്യാനൊന്നും എനിക്ക് പാടായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരും എൻ്റെ അടുത്ത് നല്ല ഒരു ഫാമിലി പോലെയായിട്ട് അവരെൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കാനും തുടങ്ങി. ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെ എന്നെ കൂട്ടത്തിൽ കൂട്ടാനൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എനിക്ക് എൻ്റെ പരീക്ഷയിൽ എനിക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് എൻ്റെ കൂടെ എൻ്റെ ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറാണ് എനിക്ക് മാതാവിൻ്റെ രൂപത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളിലും എൻ്റെ മാർക്ക് കുറഞ്ഞു പോയിട്ടും അവൾ എനിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തു, എൻ്റെ ട്യൂട്ടറിന് വേണ്ടി. ഞാൻ ഈ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക്
വേറൊരു ട്യൂട്ടറിനെ വേണോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേറൊരു പ്രാക്സിസലായിട്ടാണ് നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പ്രാക്സിസലായിട്ടിനെ ഞാൻ വേറൊരു പ്രാക്സിസലായിട്ടിന് തിരഞ്ഞെടുത്തു. അങ്ങനെ എക്സാമിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ പേഷ്യൻ്റ് ആദ്യം എടുത്ത പേഷ്യൻ്റ് ആണെങ്കിൽ ഇതുപോലെ സീരിയസ് ആയിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പം ഞങ്ങൾക്ക് സാധാരണ ജർമ്മനിയിൽ അവിടെ പ്രാക്ടിക്കൽ പരീക്ഷ 2 ദിവസങ്ങളിലാണ് നടക്കുന്നത്. ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ എഴുതുന്ന പരീക്ഷയാണ്. അത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ പോയി ബാക്കി കാര്യങ്ങൾ എഴുതാനും ഒക്കെയുണ്ട്. അപ്പം ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിലിരിക്കുമ്പോഴാണ് എൻ്റെ ടീച്ചർ പറയുന്നത്, നിൻ്റെ ആദ്യത്തെ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് പോയി, നീ അടുത്ത പേഷ്യൻ്റ് എടുക്കുന്നുണ്ടോ അതോ നിനക്ക് പരീക്ഷ മാറ്റി വെക്കണോ? ഉടമ്പടി എടുത്തതുകൊണ്ട് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇന്ന് തന്നെ പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ആശുപത്രിയിലേക്ക് പോയി 2ാമത് പേഷ്യൻറ്റിനെ എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ തിരിച്ചു പോയിട്ട് എനിക്ക് 2ാമത് പേഷ്യൻറ്റിനെ കിട്ടി. അപ്പം 2ാമത് പേഷ്യൻറ്റിനെ കിട്ടി. ഞാൻ എഴുതി തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ടീച്ചർ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇത്രയും നേരമായി, നിനക്ക് അടുത്ത ദിവസത്തേക്ക് നീ ഇത് എഴുതി തീർക്കുമോ അല്ലെങ്കിൽ നിനക്ക് ചെയ്ത് തീർക്കുമോ? ഞങ്ങൾക്ക് അടുത്ത 2ാമത്തെ ദിവസം ഞങ്ങൾക്ക് പേഷ്യൻറ്റിൻ്റെ അഡ്വൈസ് ബെറാറ്റും എന്ന് പറയും. അപ്പം ഞങ്ങൾക്ക് അതൊക്കെ ചെയ്ത് തീർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നിനക്ക് ചെയ്ത് തീർക്കാനുള്ള സമയമുണ്ടോ എന്ന് എൻ്റെ അടുത്ത് എൻ്റെ ടീച്ചർ ചോദിച്ചു. അപ്പം നീ ഇന്ന് ചെയ്യേണ്ടത്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ റെഗുലൻസ് പ്രൊസീഡിയത്തിനോട് ഞാൻ പറയാം പരീക്ഷ മാറ്റി വെക്കാമെന്ന്. അങ്ങനെ ടീച്ചറിൻ്റെ ഇടപെടലോടെ എൻ്റെ പരീക്ഷ 2ാമത് മാറ്റിവെച്ചു. അങ്ങനെ 2ാമത് മാറ്റിവെച്ചു എനിക്കൊരു ദിവസം തന്നു. അങ്ങനെ 2ാമത്തെ പരീക്ഷയാണെങ്കിലും ഇതുപോലെ തന്നെ എനിക്ക് കിട്ടിയ പേഷ്യൻറ്റ്, എൻ്റെ മെയിൻ പേഷ്യൻറ്റ്, എനിക്ക് 2 പേഷ്യൻ്റാണ് കിട്ടിയത്. 2ാമത്തെ പേഷ്യൻറ്റ് ആദ്യത്തെ ദിവസം ഞാനിതുപോലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഈ പേഷ്യൻറ്റ് താഴെ വീണ് കാലൊടിഞ്ഞു. അങ്ങനെ ഓപ്പറേഷന് പോയതിന് ശേഷം എൻ്റെ ടീച്ചറും എല്ലാവരും പറഞ്ഞു, സാരമില്ല, കുഴപ്പമില്ല, നീ അതുപോലെ അനുസരിച്ച് പിറ്റേ ദിവസം കെയർ ചെയ്താൽ മതി, ഫ്ലേഗ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം ഞാൻ രാവിലെ വന്നിട്ട് കേൾക്കുന്നത് ആ പേഷ്യൻ്റ് മരിച്ചുപോയി എന്നാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലാണ്ട് ഒരവസ്ഥയിലായിരുന്നു. അപ്പം അപ്പോഴും ഞാൻ വിശ്വസിച്ചത് മാതാവിൻ്റെ കൂടെയുണ്ട്. ഞാൻ ഉപ്പും എല്ലാം ഞാൻ ആശുപത്രിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇട്ടതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ടീച്ചർ പിന്നെയും വന്നു. ടീച്ചർ പറഞ്ഞു, കുഴപ്പമില്ല, നിനക്ക് വേറെ പുതിയ പേഷ്യൻറ്റിനെ തരാം. അങ്ങനെ പിന്നീടും എനിക്ക് പുതിയ പേഷ്യൻറ്റിനെ കിട്ടി. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് ആ പേഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, ആ പേഷ്യൻ്റാണെങ്കിൽ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എനിക്ക് ആ പേഷ്യൻ്റ് പരീക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ ടീച്ചറിനോട് പറഞ്ഞു, ഇവളെ തോൽപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്, ഇവളെ നന്നായി ചെയ്തു എന്നതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ മ്യൂൺലിഷ പരീക്ഷയ്ക്ക്, അതായത് എൻ്റെ ഓറൽ എക്സാമിനാണെങ്കിലും ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടാണ് അത് ഓരോ ചോദ്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആ വെള്ളം കുടിച്ചുകൊണ്ടാണ് ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മ മാതാവിന് കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. ഞാൻ 26-ാം തീയതി ആണ് എനിക്ക് എൻ്റെ പരീക്ഷ കഴിയുന്നത്. 27-ാം തീയതി എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, എൻ്റെ കൈകളിൽ കിട്ടി. ഈശോയോടും അമ്മയോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ ഇനി ജോലിക്ക് കയറേണ്ട ദിവസം മെയ് 1-ാം തീയതിയാണ്. ഏപ്രിൽ 1-ാം തീയതിയാണ് അപ്പയും ഞാനും ഡേറ്റ് ഇട്ടത്. പക്ഷേ എനിക്കിവിടെ വന്ന് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു മാസം ഞാൻ ലീവ് എടുത്താണ് വന്നത്. എന്നിട്ട് ഞാൻ മെയ് 1-ാം തീയതി ജോലിക്ക് കയറും.
നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ദി ഗോഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളാണ് എനിക്ക് അമ്മ മാതാവ് എനിക്ക് തന്നിരിക്കുന്നത്. എല്ലാത്തിനും മാതാവിനോടും അമ്മ മാതാവിനോടും ഈശോയോടും ഒത്തിരി നന്ദി. സങ്കീർത്തനങ്ങൾ 138, 7, 8 തിരുവചനങ്ങൾ. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും. അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബിജു ജോൺ എന്ന ഈ മകനും മകൾ ജിഷയും കണ്ണുനീരോടുകൂടി വലിയ ക്ലേശകാലത്ത് പരിശുദ്ധമ്മയുടെ അതിലും വലിയ സംരക്ഷണം ലഭിച്ചതിനെ നന്ദിയോടും സന്തോഷത്തോടും അമ്മയുടെ തിരുവൾത്താരയിൽ ഏറ്റുപറയുകയാണ്. മകൾ പഠനം തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്യൂട്ടർ വല്ലാതെ മകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ് ആദ്യം മകൾ സൂചിപ്പിച്ചത്. മകൾ മാത്രം ഒരു മലയാളിയായി ആ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ സഹകരണം ഒട്ടും ലഭിക്കാതെ ഒറ്റപ്പെട്ടു പോയതാണ് മകളെ കടന്നുപോയ സാഹചര്യങ്ങൾ. ഈ 2 പ്രതിസന്ധികളും മകളെ വല്ലാതെ ആ പഠന മേഖലയിൽ മുന്നോട്ട് പോകുവാൻ നിരന്തരം തളർത്തിക്കൊണ്ടിരുന്നു. ആ ഒരു ക്ലേശം കണ്ടുകൊണ്ടാണ് അപ്പച്ചൻ ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത്, മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. അപ്പൻ പറയുന്നുണ്ട്, ആ മകളുടെ വിഷയങ്ങളെയാണ് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചതെന്ന്. മകൾ ആ പഠനത്തിൻ്റെ അവസാന നാളുകളെത്തുമ്പോൾ പ്രശ്നങ്ങൾ അധികരിച്ചു വരികയും ഒരു തരത്തിലും മുന്നോട്ട് പോകാനാവാത്ത വിധം പഠനം തന്നെ പാതിവഴിയിൽ നിലച്ച് തിരികെ വരേണ്ടി വരുമോ എന്നൊരാശങ്കയുടെ നാളുകളിലാണ് ജനുവരി മാസം മകൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. മകൾ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഒത്തിരി കാര്യങ്ങൾ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് മകളുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ബലപ്പെടുത്തുന്നതിന് വേണ്ടി നൽകുന്നുണ്ട്. ട്യൂട്ടർ മാറി മറ്റൊരാളെ തിരഞ്ഞെടുക്കുവാൻ മകൾക്ക് ഭാഗ്യം ലഭിച്ചു. കൂടെയുണ്ടായിരുന്ന സ്റ്റുഡൻസ് മകളോട് സൗഹൃദത്തിലും സ്നേഹത്തിലും ഇടപഴകുവാനും സംസാരിക്കുവാനും തുടങ്ങി. പരീക്ഷയ്ക്ക് വേണ്ടി ശാന്തതയോടുകൂടി ഒരുങ്ങുവാൻ സാധിച്ചു. മകൾ പിന്നീട് പറയുന്നത് പരീക്ഷാ ദിവസങ്ങളിലെ വലിയ ക്ലേശങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ ഇവിടുന്ന് വ്യത്യസ്തമായിട്ട് ഓരോ 2 പേഷ്യൻസ് അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ശുശ്രൂഷിച്ച് അവരുടെ ഒരു മെറിറ്റ് കൂടി കിട്ടുമ്പോഴാണ് നഴ്സിങ്ങിൻ്റെ കോഴ്സ് പരീക്ഷ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കേസ് ഹിസ്റ്ററി തയ്യാറാക്കുക, അവരെ നന്നായി പരിചരിക്കുക, അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, അവർക്ക് താനൊരു നേഴ്സ് എന്ന രീതിയിൽ അവർക്കൊരു ഇംപ്രഷൻ കൊടുക്കുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടിയാണ് ആ പരീക്ഷയുടെ ദിവസങ്ങളിൽ ആദ്യം 2 പേരെ കൊടുത്തു. അതിൽ പ്രയാസങ്ങളുണ്ടായി. ഒരാൾ മാറി വീണു, പിന്നെ മാറ്റേണ്ടി വന്നു. പിന്നീട് 2 പേരെ കൊടുത്തു. അതിലൊരാൾ മരിച്ചുപോയി. അങ്ങനെ തുടർച്ചയായിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ, ആ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരന്തരമായിട്ട് പ്രതീക്ഷിക്കാത്ത, വേദനിപ്പിക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന വിഷയങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കുന്നു. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം എൻ്റെ അമ്മ മാതാവ് ആത്മബലത്തോടു കൂടി ആ പ്രശ്നങ്ങളെയും സാഹചര്യങ്ങളെയും നേരിടുവാൻ എന്നെ സഹായിച്ചുവെന്ന. എത്ര കണ്ട് ഗദ്ഗതത്തോടു കൂടി ഹൃദയം നൊന്ത് കരഞ്ഞാണ് മകളുടെ ഓരോ വാക്കും നമ്മൾ ശ്രവിച്ചത്. കാരണം അവൾ കടന്നുപോയ പീഡാനുഭവം മുഴുവനും അവരുടെ വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് എല്ലാം കൈവിട്ടു പോകുന്നു, മാർക്ക് കുറഞ്ഞു പോകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ടീച്ചർ നിലകൊള്ളുകയും വാദിക്കുകയും മാർക്കുകൾ നേടിത്തരികയും അങ്ങനെ എൻ്റെ കോഴ്സ് പൂർത്തീകരിക്കുവാനും വിജയിക്കുവാനും മികച്ച രീതിയിൽ പൂർത്തീകരിക്കുവാനും എൻ്റെ ടീച്ചർ അമ്മ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യത്തിൻ്റെ ഇടപെടൽ കൊണ്ട് എന്നെ സഹായിച്ചുവെന്ന. നമ്മൾ സ്വയം അശക്തരാകുമ്പോൾ, നിസ്സഹായരാകുമ്പോൾ, നാം പോലും അറിയാത്ത പ്രശ്നങ്ങൾക്ക് കുറ്റക്കാരായി വേദനിക്കപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി കൂടെ നിന്ന് നമ്മളെ സഹായിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനും ഒരമ്മ കൂടെയുണ്ട് എന്നത് ഉടമ്പടിയുടെ പ്രത്യേകതയാണ്. അമ്മ മാതാവ് സഞ്ചാരി മാതാവാണ്, സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണ്, ഭാരങ്ങൾ ലഘൂകരിച്ചു തന്ന്
ജീവിതത്തെ ശുഭകരമാക്കുന്ന അമ്മയാണ്. ആ എല്ലാ മേഖലകളും ഉടമ്പടി കണ്ടൻസും മകളുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനാവും. അപ്പനും മോളും ഒരുപോലെ തന്നെ ഏപ്രിൽ 1 എന്നൊരു തീയതിയിട്ട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു, 27-ാം തീയതി സർട്ടിഫിക്കറ്റ് കിട്ടി, 1-ാം തീയതിയോടുകൂടി ജോലി ശരിയായി, 1 മാസത്തെ അവധിയെടുത്ത് ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി മാത്രം ജർമ്മനിയിൽ നിന്നും ഇവിടെ എത്തിയെന്നാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ കരങ്ങളിൽ എത്ര തകർന്നു കിടക്കുന്ന ജീവിത വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്താലും അമ്മ ഏറ്റെടുത്താൽ അതിനുമേൽ തീരുമാനമുണ്ടാവും. അത് ഗുണകരമായ തീരുമാനമാവും, നമുക്ക് സന്തോഷവും ഭാവിയും നൽകുന്ന തീരുമാനമാവും. അതുകൊണ്ട് ഉടമ്പടി ഒരു ഉറപ്പാണ്, ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്ന്. നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അനുഭവിച്ചുകൊണ്ട് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ മകൾക്കും ഈ കുടുംബത്തിനും ലഭിച്ച എല്ലാ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും